ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് ഹാൻഡ് ടൂൾസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ കുറെ ക്ലാസ്സുകളിലായിട്ട് ഹാൻഡ് ടൂൾസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനാണ് നമ്മളിന്ന് വെച്ചിരിക്കുന്നത്. പഠിക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്ന ഏതൊരു ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാൻ സാധിക്കണം, കൃത്യമായിട്ട് എഴുതുവാൻ സാധിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോ നമുക്കറിയാം നമ്മുടെ ആ ഒരു മൊഡ്യൂളിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയായിരുന്നു, ഒന്ന് ഓർത്തെടുത്ത് എന്തൊക്കെയാ, സ്റ്റീൽ റൂള്, സ്ക്രൈബർ, പഞ്ച്, ഹാമർ, വൈസ്, ചിസല്, ക്ലാമ്പ് തുടങ്ങിയ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഹാക്സോയും ഫയലും തുടങ്ങിയ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഹാൻഡ് ടൂളുകളെ കുറിച്ചൊക്കെയായിരുന്നു ആ ഒരു മൊഡ്യൂളിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിത് പഠിക്കുന്നതോടുകൂടി, നമ്മൾ ഈ ഒരു മൊഡ്യൂൾ പഠിക്കുന്നതോടുകൂടി ഒരൊറ്റ പരീക്ഷ, നമ്മൾ ഈ മുന്നിലുള്ള പരീക്ഷ മാത്രമല്ല നമ്മൾ ലക്ഷ്യമാക്കുന്നത് ഒരുപാട് പരീക്ഷകൾ, ITI നിലവാരമുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ ആയിക്കോട്ടെ, ട്രേഡ്സ്മാൻ ആയിക്കോട്ടെ, മെക്കാനിക് ലെവൽ അല്ലെങ്കിൽ ടെക്നീഷ്യൻ ലെവൽ എക്സാമുകൾ ആയിക്കോട്ടെ, അവയുടെ എല്ലാം നമ്മുടെ ഹാൻഡ് ടൂൾസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നിരന്തരമായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ഹാൻഡ് ടൂൾസിൽ ആദ്യഘട്ടം എന്ന് പറയുന്നത് എന്താണ്? ആദ്യഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ മാർക്കിംഗ് ടൂൾസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ പഞ്ചും സ്ക്രൈബറും അടങ്ങിയ മാർക്കിംഗ് ടൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു ഭാഗം വെച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. മാർക്കിംഗ് ടൂൾസ് പഠിക്കുന്നതിന് മുമ്പ് ഞാൻ പഠിപ്പിച്ചിരുന്നതാണ് ഇതിന്റെ ഓർമ്മ. എന്താണ് മാർക്കിംഗ് മെറ്റീരിയൽസ്? മാർക്കിംഗ് മെറ്റീരിയൽസ് ആ ഭാഗം കൂടി ഒന്ന് പറയണം. മാർക്കിംഗ് മെറ്റീരിയൽസ്, മാർക്കിംഗ് മീഡിയ അല്ലെങ്കിൽ മാർക്കിംഗ് മെറ്റീരിയൽസ്, അത് പറഞ്ഞാൽ നമുക്ക് സ്ക്രൈബറും പഞ്ചും ഒക്കെ തുടങ്ങിയ മാർക്കിംഗ് ടൂളുകളെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം, ശ്രദ്ധിക്കുക. നിങ്ങൾ മൈക്ക് ഓൺ ആണോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലെ ടെക്നിക്കൽ എറർ ഒന്നും ഇല്ലല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പറയുന്നത്. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് പറയുക. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. നമ്മളൊരു വർക്ക് പീസ് ഉണ്ട് അല്ലെ, നിങ്ങൾ എല്ലാവരും കോളേജിൽ പഠിക്കുമ്പോൾ ഒരു വർക്ക് പീസ് ഉണ്ട്. ഈ വർക്ക് പീസിന്റെ മുകളില് നമ്മൾ ലൈനുകൾ മാർക്ക് ചെയ്യും. ആ ലൈനുകൾ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സ്ക്രൈബർ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിക്കുന്നത്. സ്ക്രൈബർ എന്ന് പറയുന്ന ടൂൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നോക്കിയേ, നമ്മളൊരു വർക്ക് പീസിന്റെ മുകളിൽ ലൈനുകൾ മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് ആ ലൈനുകൾ കൃത്യമായിട്ട് കാണുന്നതിന് വേണ്ടി, ആ ലൈനുകൾ കൃത്യമായിട്ട് വിസിബിൾ ആവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? നിങ്ങൾ വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? ആരെങ്കിലും മൈക്കോണാക്കി പറഞ്ഞേ. ഏതാ? മാർക്കിംഗ് മീഡിയം, ചോക്ക് പൊടിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ചോക്ക് പൊടിയോ, യെസ്, ചോക്ക് പൊടിയോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു മാർക്കിംഗ് മീഡിയം നമ്മൾ ഉപയോഗിക്കും അല്ലെ. മാർക്കിംഗ് മീഡിയം നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ അത്തരത്തിലുള്ള മാർക്കിംഗ് മീഡിയയെ കുറിച്ച് കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ ഭാഗത്തുനിന്ന് കൂടി ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു, മാർക്കിംഗ് മീഡിയ ഫയൽഡ് ആയിട്ടുള്ള മെഷീൻ ഫിനിഷ്ഡ് ആയിട്ടുള്ള സർഫസുകളിൽ ഏത് തരം മാർക്കിംഗ് മീഡിയ ആണ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. റഫ് സർഫസ് ആണ് എന്ന് കരുതുക. സാധാരണ ഒരു റഫ് സർഫസ്, ഒരു വർക്ക് പീസിന്റെ ഒരു റഫ് സർഫസ് ആണ് എന്നുണ്ടെങ്കിൽ അത്തരം റഫ് സർഫസുകളിൽ നേരത്തെ ആള് പറഞ്ഞ പോലെ വൈറ്റ് വാഷ് അല്ലെങ്കിൽ ചോക്കപ്പൊടി പോലെയുള്ള മാർക്കിംഗ് മീഡിയ, സാധാരണ ചോക്കപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് തേക്കാം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള റഫ് സർഫസുകളിൽ ചാക്ക് പൗഡർ, ചോക്കിന്റെ പൊടിയാണ് നമ്മൾ മാർക്കിംഗ് മീഡിയം ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ റഫ് സർഫസുകൾ ഉപയോഗിക്കുന്ന മാർക്കിംഗ് മീഡിയ ഏതാണെന്ന് ചോദിച്ചാൽ അത് എന്താണ്? നമ്മളെ വൈറ്റ് വാഷ് ആണ് എന്ന് പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉത്തരം ഒന്ന് കാണാൻ പറ്റുമോ നോക്കി. എന്താ ഉത്തരം? ആർക്കെങ്കിലും അറിയാമെങ്കിൽ, ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇതിൽ ഓർമ്മ. ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ നോക്കാം, റിവിഷൻ പ്ലസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആക്കാം. പറഞ്ഞേ. മെഷീൻ പർഷ്യൻ ബ്ലൂം ഉപയോഗിക്കാറുണ്ട്, സെല്ലുലോസ് ലാക്കറും ഉപയോഗിക്കാറുണ്ട്. ബോത്ത് എ ആൻഡ് ബി ആണ് ഇതിന്റെ ഉത്തരം വരുന്നത്. ബോത്ത് എ ആൻഡ് ബി ആണ് ഇതിന്റെ ഉത്തരം വരുന്നത്. പർഷ്യൻ ബ്ലൂം ഉപയോഗിക്കാറുണ്ട്, സെല്ലുലോസ് ലാക്കറും എവിടെ ഉപയോഗിക്കാറുണ്ട്? നമ്മളുടെ പർഷ്യൻ ബ്ലൂം ഉപയോഗിക്കാറുണ്ട്, കോപ്പർ സൾഫേറ്റ് ഉപയോഗിക്കാറുണ്ട്. ബോത്ത് എ ആൻഡ് ബി. പർഷ്യൻ ബ്ലൂ ഉപയോഗിക്കാറുണ്ട്, കോപ്പർ സൾഫേറ്റും ഉപയോഗിക്കാറുണ്ട്. പർഷ്യൻ ബ്ലൂവും കോപ്പർ സൾഫേറ്റും എവിടെ ഉപയോഗിക്കുന്നു? മെഷീൻ ഫിനിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫയൽഡ് ആയിട്ടുള്ള സർഫസുകൾ ഉപയോഗിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണതെന്ന്. നമ്മളൊരു നീലപ്പൊടി, സാധാരണ ഉജാല പോലെയൊക്കെയുള്ള ഒരു നീലപ്പൊടി, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? വെള്ളത്തിൽ കലക്കുന്നു, വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നു, വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുന്നു, ഒരു പേസ്റ്റ് രൂപത്തിലാക്കുന്നു. നമ്മുടെ വർക്ക് പീസ് എന്ത് ചെയ്യുന്നു? അതിലേക്ക് മുക്കിയെടുക്കുന്നു. അപ്പോൾ നമ്മുടെ വർക്ക് പീസിന് മുകളിൽ മൊത്തം എന്തായിരിക്കും? ഒരു നീല കളറുള്ള സർഫസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഒരു മാർക്കിംഗ് മീഡിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? അത്തരത്തിലുള്ള ഒരു മാർക്കിംഗ് മീഡിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? പർഷ്യൻ ബ്ലൂ എന്ന് പറയുന്നത്. അതേസമയം കോപ്പർ സൾഫേറ്റും എന്താണ്?
മെഷീൻ ഫിനിഷ്ഡ് ആയിട്ടുള്ള സർഫസുകൾ ഉപയോഗിക്കുന്നതാണ്. കോപ്പർ സൾഫേറ്റ് ആയിക്കോട്ടെ പർഷ്യൻ ബ്ലൂ ആയിക്കോട്ടെ രണ്ടും നീല കളറിലാണ് കിട്ടുക. നമ്മൾ ഇത് എന്ത് ചെയ്യുന്നു, വെള്ളത്തിൽ കലക്കി അല്ലെങ്കിൽ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയതിനു ശേഷം നമ്മുടെ വർക്ക് പീസിന്റെ മുകളിൽ വെച്ച് തേച്ച് കഴിഞ്ഞാൽ അവിടെ എന്തായി, ഒരു നീല കളറുള്ള സർഫസ് അവിടെ ക്രിയേറ്റ് ആയി. ആ നീല കളറുള്ള സർഫസ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ആ ലൈനുകൾ കൂടുതൽ നമുക്ക് വിസിബിൾ ആവും. പക്ഷെ കോപ്പർ സൾഫേറ്റ് അങ്ങനെ വ്യാപകമായിട്ട് ഉപയോഗിക്കാറില്ല. അതിന്റെ കാരണം എന്താ? അത് കുറച്ച് പോയിസണസ് ആണ്, കൈകാര്യം ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയും ചോദിക്കാറുണ്ട്. പോയിസണസ് ആയിട്ടുള്ള മാർക്കിംഗ് മീഡിയ ഏതാണെന്ന് ചോദിക്കും. പോയിസണസ് ആയിട്ടുള്ള മാർക്കിംഗ് മീഡിയ ഏതാണെന്ന് ചോദിച്ചാലും കോപ്പർ സൾഫേറ്റ് ഉത്തരം എഴുതാവുന്നതാണ്. അതേപോലെ മെഷീൻ ഫിനിഷ്ഡ് സർഫസുകൾ ഉപയോഗിക്കുന്ന ഏതാണെന്ന് ചോദിച്ചാൽ പർഷ്യൻ ബ്ലൂവും കോപ്പർ സൾഫേറ്റും ഉത്തരം എഴുതാവുന്നതാണ്. സെല്ലുലോസ് ലാക്കറും വൈറ്റ് വാഷും. വൈറ്റ് വാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റ് വാഷ് എന്ന് പറഞ്ഞാൽ റഫ് സർഫസുകൾ ഉപയോഗിക്കുന്നതാണ്. വൈറ്റ് വാഷ് എന്ന് പറഞ്ഞാൽ അത് റഫ് സർഫസുകൾ ഉപയോഗിക്കുന്ന മാർക്കിംഗ് മീഡിയ ആണെന്ത്? വൈറ്റ് വാഷ് എന്ന് പറയുന്ന മാർക്കിംഗ് മീഡിയ. അങ്ങനെയാണെങ്കിൽ എന്താണ് സെല്ലുലോസ് ലാക്കറിന്റെ പ്രത്യേകത? സെല്ലുലോസ് ലാക്കർ എന്ന് പറഞ്ഞാൽ വാർണിഷ് പോലെയുള്ള ഒരു മാർക്കിംഗ് മീഡിയ ആണെന്ത്? സെല്ലുലോസ് ലാക്കർ എന്ന് പറയുന്നത്. അതായത് ഒരു പശ പോലെ ഉണ്ടാവും, ഒരു മെഴുകു പോലെ, ഒരു വാക്സ് പോലെ അല്ലെങ്കിൽ ഒരു പശ പോലെ നമ്മുടെ വർക്ക് പീസിന്റെ മുകളിൽ ഒട്ടിപ്പിടിക്കുകയും അതിന്റെ മുകളിൽ നമുക്ക് മാർക്ക് ചെയ്യാനും സാധിക്കുന്ന ഒരു മാർക്കിംഗ് മീഡിയ ആണ് സെല്ലുലോസ് ലാക്കർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. താഴെ പറയുന്നവയിൽ നമ്മളുടെ മാർക്കിംഗ് മീഡിയയുമായി ബന്ധപ്പെട്ട് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏത്, ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏത്? അത്തരത്തിലൊക്കെ ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എഴുതാൻ പറ്റണം. അതാണ് നമ്മളുടെ ആവശ്യം വരുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. റെഡി? ക്ലിയർ ആണോ? റെഡി? ഓക്കെ. അപ്പൊ 4 തരം മാർക്കിംഗ് മീഡിയ. റഫ് സർഫസ്, വൈറ്റ് വാഷ്. അതേപോലെ സെല്ലുലോസ് ലാക്കർ പെട്ടെന്ന് ഉണങ്ങുകയും വ്യത്യസ്ത കളറിൽ അവൈലബിൾ ആവുകയും ചെയ്യുന്ന സെല്ലുലോസ് ലാക്കർ. പോയിസണസ് ആയിട്ടുള്ളത് കോപ്പർ സൾഫേറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ പർഷ്യൻ ബ്ലൂവിൽ എന്താ ഉത്തരം വരിക? പർഷ്യൻ ബ്ലൂവിന്റെ ക്വസ്റ്റ്യൻ എന്താ? മെഷീൻ ഫിനിഷ്ഡ് ആയിട്ടുള്ള സർഫസുകൾ. ഓക്കെ, അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഓർമ്മയിൽ വെക്കുക. അതേപോലെ കണ്ടോ, റഫ് സർഫസുകൾ ഉപയോഗിക്കുന്ന ഏതായിരുന്നു ക്വസ്റ്റ്യൻ? റഫ് സർഫസുകൾ ഉപയോഗിക്കുന്ന വൈറ്റ് വാഷ് ആണ്. ഓപ്ഷൻ സി വൈറ്റ് വാഷ് ആണ് ഉത്തരം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്കറിയാം, നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന 2 തരം മാർക്കിംഗ് ടൂൾസ് ആണ്, ഒന്ന് സ്ക്രൈബറും ഒന്ന് പഞ്ചും. സ്ക്രൈബറിന് നമുക്കറിയാം, സ്ക്രൈബർ എന്ന് പറയുന്ന മെറ്റീരിയൽ, സ്ക്രൈബർ ആണെങ്കിലും പഞ്ചാണെങ്കിലും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? സ്ക്രൈബറും പഞ്ചും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ടൂൾ സ്റ്റീൽ ആണ്. ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടാണ് നമ്മൾ എന്ത് നിർമ്മിച്ചിട്ടുള്ളത്? നമ്മുടെ സ്ക്രൈബറും അതേപോലെ പഞ്ചും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. ഏതൊരു ടൂള് പഠിക്കുകയാണെങ്കിലും അതിന്റെ മെറ്റീരിയൽ പഠിക്കണമെന്ന് പറയുന്ന പോലെ തന്നെ കട്ടിംഗ് ടൂളുകളെ കുറിച്ച് അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള മൂർച്ചയേറിയ ടൂളുകളെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് പോയിന്റ് ആംഗിൾ. സ്ക്രൈബറിന്റെ പോയിന്റ് ആംഗിൾ എത്രയാണ് പറയാറുള്ളത്? സ്ക്രൈബറിന്റെ പോയിന്റ് ആംഗിൾ എത്രയാണ്? 12 ഡിഗ്രി ആയിരുന്നു. സ്ക്രൈബറിന്റെ പോയിന്റ് ആംഗിൾ എത്രയാ പറയുന്നത്? സ്ക്രൈബറിന്റെ യെസ് എത്രയാ പറഞ്ഞ? ഒരാൾ പറഞ്ഞു എത്രയാ പറയുന്നത്? 12 യെസ്, 12 ഡിഗ്രി മുതൽ 15 ഡിഗ്രി വരെ. 12 to 15 എന്നാ പറയാ. 12 to 15 എന്നാണ് പറയാ. 12 to 15 ഡിഗ്രിയാണ് സ്ക്രൈബറിന്റെ പോയിന്റ് ആംഗിൾ പറയുന്നത്. സ്ക്രൈബർ നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ ചോദിച്ചാലോ ഹൈ കാർബൺ സ്റ്റീൽ പറയാവുന്നതാണ്. സ്ക്രൈബറിന്റെ പോയിന്റ് ആംഗിൾ ചോദിച്ചാൽ 12 ഡിഗ്രി മുതൽ 15 ഡിഗ്രി വരെ എന്നും പറയാവുന്നതാണ്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെയാണ് പഞ്ചിന്റെയും കാര്യം. പഞ്ചിന്റെ കേസിൽ നമുക്കറിയാം, പഞ്ച് നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്താണോ സ്ക്രൈബറിന്റെ മെറ്റീരിയലിനോട് സമാനമായിട്ടുള്ള മെറ്റീരിയൽ തന്നെയായിരിക്കും നമ്മളെ പഞ്ചുകൾക്കും വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ പഞ്ചിന്റെ കേസിൽ പോയിന്റ് ആംഗിൾ വ്യത്യാസമുണ്ട്. എങ്ങനെയാ? പ്ലിക്ക് പഞ്ചിന് എത്ര ആംഗിൾ വരുന്നത്? 30 ഡിഗ്രിയും ഉത്തരമാണ്, 60 ഡിഗ്രി ഉത്തരമാണ്. ശ്രദ്ധിക്കണം, അതിൽ ഞാൻ തുറന്നോട്ടെ, ഫുള്ള് പറയട്ടെ. നമ്മള് ശ്രദ്ധിക്കുക, നമ്മള് പ്രിക്ക്, ഡോട്ട്, സെന്റർ 3 തരം പഞ്ചുകളെ കുറിച്ച് ശരിക്കും പറയും. PDC എന്നാ പറയാം, പ്രിക്ക്, ഡോട്ട്, സെന്റർ. പ്രിക്ക് പഞ്ചിന്റെ ആംഗിള് 30 ഡിഗ്രിയും ഡോട്ട് പഞ്ചിന്റെ ആംഗിള് 60 ഡിഗ്രിയും എന്നാൽ സെന്റർ പഞ്ചിന്റെ ആംഗിൾ 90 ഡിഗ്രിയുമാണ് സാധാരണഗതിയിൽ പറയാറുള്ളത്. 30 വെച്ച് കൂട്ടാം. പ്രിക്ക് PDC, പ്രിക്ക് 30, ഡോട്ട് 60, സെന്റർ എത്രയാ? 90 പറയാ.
പക്ഷെ നമ്മുടെ ITI ബുക്കുകൾ നോക്കുന്ന സമയത്ത് പല ITI ബുക്കുകളിലും ഇൻ കേസ് ITI ക്വസ്റ്റ്യൻ ബാങ്കുകളിൽ അവരെ ഒഫീഷ്യലായിട്ട് നിമി പുറത്തിറക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്കുകളിൽ പോലും പ്രിക് പഞ്ചിന്റെ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ 60 ഡിഗ്രി ആണ് ഉത്തരം വരുന്നത്. അവിടെ പ്രിക്ക് കഴിഞ്ഞാൽ പിന്നെ നേരെ എന്തേ പറയുള്ളൂ? സെന്ററേ പറയുന്നുള്ളൂ. ഡോട്ട് എന്ന് പറയുന്നില്ല. സാറേ അങ്ങനല്ല സാറേ, പറയൂ സാറേ 60 ഡിഗ്രി ഉള്ള പ്രിക് പഞ്ചിനെയാണ് നമ്മൾ ഡോട്ട് പഞ്ച് എന്ന് വിളിക്കുന്നത്. അതിലേക്കാണ് ഞാൻ വരുന്നത്. നോക്കിയതാ, 60 ഡിഗ്രി 30 ഡിഗ്രി രണ്ടും ഒന്നിച്ചാണ് പറഞ്ഞത്. പക്ഷെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ പ്രിക് പഞ്ചിന്റെ ആംഗിൾ എത്രയാണെന്ന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ 30 ഡിഗ്രിയും 60 ഡിഗ്രിയും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പക്ഷെ വീണ്ടും പറയുന്നു, 30 ഡിഗ്രി ആംഗിളുള്ള പഞ്ച് ഏതാണെന്ന് ചോദിച്ചാൽ ഏത് എഴുതാം? വീണ്ടും 30 ഡിഗ്രി ആംഗിളുള്ള പഞ്ച് ഏതാണെന്ന് ചോദിച്ചാൽ ഏത് എഴുതണം? പ്രിക് പഞ്ച് എഴുതണം. 60 ഡിഗ്രി ഉള്ളതും ചോദിച്ചാൽ ഏത് എഴുതണം? ITIയുടെ പ്രിക് പഞ്ച് തന്നെ എഴുതണം. നേരത്തെ ആള് പറഞ്ഞതിലേക്കാണ് ഞാൻ വരുന്നത്. പ്രിക് പഞ്ച് 60 ഡിഗ്രി ആംഗിൾ അത് 30 ഡിഗ്രി ഓർ 60 ഡിഗ്രി ഒരു ഓപ്ഷൻ ആയിട്ടുണ്ടല്ലോ സാറേ. അത് ഞാൻ പറഞ്ഞല്ലോ, പ്രിക് പഞ്ച് സാധാരണഗതിയിൽ 30 ആണ് പറയുക. രണ്ടും വന്നാൽ 30 എഴുതുക. അല്ലെങ്കിൽ ബോത്ത് A and B എന്ന് ചോദിക്കുക. either A or B അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതുക. ഇനി ഇതൊന്നല്ല ഡോട്ട ചോദിക്കുന്നത് ചെയ്താൽ 30 ആലോചിക്കണ്ട. 60യും 30യും വന്നാൽ എങ്ങനെ? പ്രിക്ക് എന്ന് മാത്രമേ ഉള്ളൂ. 30 ആണ് ഉത്തരം. വീണ്ടും പറയുന്നത് 30 തന്നെയാണ് ഉത്തരം. ITIയുടെ ബുക്കുകളിൽ പറയുന്ന കാര്യമാണ്. നമ്മളൊക്കെ പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാൽ 2010 മുതൽക്കൊക്കെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാൽ അതിലൊക്കെ ഡോട്ട് പഞ്ചിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇന്നൊരു ഡോട്ട് എന്ന് പറഞ്ഞ PSC തന്നെ 60 ഡിഗ്രി ആംഗിളും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പ്രിക്ക് എന്ന് മാത്രം പറയുകയാണെങ്കിൽ 30 എഴുതുക. ഓക്കെ. പക്ഷെ 60 ഡിഗ്രി ഉള്ള പഞ്ച് ഏതാണെന്ന് ചോദിച്ചാൽ പ്രിക്ക് എഴുതണം. അതിലേക്കാണ് ഞാൻ വരുന്നത്. മനസ്സിലായോ? അതാണ് ആ ഒരു എന്താ പറയുക വ്യത്യാസം. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻ ഹാളില് നമ്മളെപ്പോഴും പറയും, ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് എക്സാം ഹാളില് നമ്മളും ക്വസ്റ്റ്യൻ പേപ്പറുള്ളത്, നമ്മുടെ മുന്നിൽ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണുള്ളത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതുവാൻ സാധിക്കണം. ഓക്കെ, ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എല്ലാവർക്കും അറിയാം എന്താ, പിന്നുകളെയൊക്കെ അടിച്ച് പുറത്തെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പഞ്ച് പഠിക്കുമ്പോൾ ഒക്കെ പഠിക്കണം. ഈ 3 പഞ്ച് മാത്രമല്ല. ഓക്കെ, പിൻ പഞ്ചിന്റെ ഡയമീറ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ലെങ്ത് സാധാരണ എല്ലാ പഞ്ചുകളും ഒരു 150 mm വരെയൊക്കെയാണ് ലെങ്ത് സാധാരണഗതിയിൽ പറയാറുള്ളത്. അതിൽ ശ്രദ്ധിക്കേണ്ടത് പഞ്ചുകളുടെ ഉപയോഗം പഠിക്കണം. പഞ്ചുകളുടെ ഉപയോഗം എന്ന് പറഞ്ഞ വേഗം പറഞ്ഞ 3 പഞ്ചുകളുടെ ഉപയോഗം എന്ന് പറഞ്ഞേ. സെന്റർ പഞ്ച് ഹോൾ ലൊക്കേറ്റ് ചെയ്യണത്. യെസ്, സെന്റർ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പഞ്ചിങ് മാർക്ക് വേണം. അപ്പോൾ ആ പഞ്ചിങ് മാർക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന പഞ്ചാണ് സെന്റർ പഞ്ച്. അതായത് ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ആ ഡ്രില്ലിന്റെ ബിറ്റ് കൃത്യമായിട്ട് സീറ്റിംഗ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ പോയിന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പഞ്ചാണ് സെന്റർ പഞ്ച്. വിറ്റ്നസ് മാർക്കിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്, വിറ്റ്നസ് മാർക്കിംഗ് എന്ന് പറഞ്ഞ ലൈന് വരയ്ക്കുക, ആ ലൈനിന്റെ മുകളിൽ വെറുതെ ഇങ്ങനെ ഡോട്ട് ഇട്ട് പോവുക. അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന പഞ്ചാണ് എന്ത്, നമ്മളുടെ പ്രിക്ക് പഞ്ചുകളും അതേപോലെ ഡോട്ട് പഞ്ചുകളും. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്, വേഗം പറയാം. പ്ലസ് റിവിഷൻ ഒക്കെ ഉള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇതേതാ സോളിഡ് പഞ്ചും ഉണ്ട്, അതേപോലെ ഹോളോ പഞ്ചുകളും ഒക്കെ ഉണ്ട്. നമ്മളുടെ ഹോളുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ചെറിയ തിന്നായിട്ടുള്ള ഷീറ്റുകളും കാര്യങ്ങളൊക്കെ ഹോളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ള പഞ്ചുകളെ കുറിച്ചുകൂടി ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ സ്ക്രൈബറിന്റെ കേസ് ഞാൻ പറഞ്ഞു. സ്ക്രൈബറിന്റെ പോയിന്റ് ആംഗിൾ വരുന്നത് 12 മുതൽ എത്ര ഡിഗ്രി വരെയാണ്? 15 ഡിഗ്രി വരെയൊക്കെയാണ് സ്ക്രൈബറിന്റെ പോയിന്റ് ആംഗിള് വരുന്നത്. ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടാണ് സ്ക്രൈബറും പഞ്ചും കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഞ്ചും അതേപോലെ സ്ക്രൈബറും ഒക്കെ ആയി ബന്ധപ്പെട്ട് പഠിക്കുക. ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിലാകാനും മൊഡ്യൂളിൽ നിന്ന് 3 മാർക്കോ അങ്ങനെ പറയുന്നുള്ളൂ. എന്നിരുന്നാൽ പോലും നമുക്ക്, ഞാൻ വീണ്ടും പറഞ്ഞു, ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതാൻ പറ്റണം. അതുകൊണ്ട് കൂടെ ഈ മാർക്കിംഗ് മീഡിയയും കാര്യങ്ങളൊക്കെ പഠിച്ചു പോകുന്നു എന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കിയേ,
അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ മാർക്കിങ്ങിന്റെ കൂടെ തന്നെ പറയുന്ന 1-2 ഉപകരണങ്ങൾ കൂടിയുണ്ട്. എന്താണ് മാർക്കിംഗ് ടൂൾസ്? ആ ഒരു ഉപകരണത്തിൽ ഒന്നിച്ച് പറഞ്ഞു പോകാമെന്ന് കരുതി. എന്താണ് നമ്മളുടെ ഡിവൈഡറുകള്, അതേപോലെ വേറൊരു ടൂളും ഉണ്ട്. എന്തിനാ ഡിവൈഡറിന്റെ ഉപയോഗം? ആദ്യം ഡിവൈഡർ പഠിക്കാൻ എന്നിട്ടല്ലേ ബാക്കി. ഡിവൈഡറിന്റെ ഉപയോഗം എന്താ? സർക്കിൾസ് വരയ്ക്കാൻ പറ്റില്ല. സർക്കിളും ആർക്കും വരയ്ക്കാൻ ഉപയോഗിക്കാം. പിന്നെന്താ എന്താകുമ്പോ മെഷർമെന്റ് എടുക്കാൻ, മെഷർമെന്റ് എടുക്കാൻ പറ്റുമോ? ലെങ്ത് മാർക്ക് ചെയ്യാനൊക്കെ ഒരു ഒരു സ്ഥലത്ത് ട്രാൻസ്ഫർ ചെയ്യാം. യെസ്, ട്രാൻസ്ഫർ ചെയ്യാൻ. അതാണ് കറക്റ്റ്. ട്രാൻസ്ഫർ ചെയ്യാൻ. 2 പോയിന്റുകൾ നമുക്ക് അളന്നെടുത്തു. ആ അളന്നിട്ടുള്ള അളവ് വീണ്ടും ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ വെച്ച് പോകാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാം? സ്ക്രൈബർ ഉപയോഗിക്കാം. സോറി, ഡിവൈഡറുകൾ ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാം? ഡിവൈഡറുകൾ ഉപയോഗിക്കാം. അപ്പോൾ വേറൊരു സംശയം വരും അവിടെ. ഡിവൈഡറിന്റെ കേസിൽ ഡിവൈഡറുകൾ ഉപയോഗം സർക്കിളുകളും ആർക്കുകളും വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാം. നമ്മുടെ സൈസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലൈനുകൾക്കിടയിലുള്ള ഗ്യാപ്പ് വീണ്ടും ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്ത് ഇങ്ങനെ മാറ്റി വെക്കാനൊക്കെ എന്ത് ഉപയോഗിക്കാം? ഡിവൈഡറുകൾ ഉപയോഗിക്കാം. അത്രയും ഓക്കെയാണ്. ഡിവൈഡറുകളുടെ കേസിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ITM നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലാസ് കണ്ടവർക്ക് അറിയാം. എന്താ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്താ വേഗം പറഞ്ഞേ. നമുക്കൊരു ഡിവൈഡർ മേടിക്കണം കടയിൽ പോയിട്ട്. ലെങ്ത് അറിയണം. ഓഫ് കോഴ്സ് ലെങ്ത് അറിയണം അല്ലെ? വിഡ്ത്ത് ഓഫ് ജോയിന്റ് അറിയണം. അപ്പൊ ടൈപ്പ് ഓഫ് ജോയിന്റ് കൂടെ പിന്നെ ശ്രദ്ധിക്കുക. ഇവിടെ വളരെ കൃത്യമാണല്ലോ. ടൈപ്പ് ഓഫ് ജോയിന്റ് ഫേം ജോയിന്റ് ഉണ്ട്, സ്പ്രിംഗ് ജോയിന്റ് ഉണ്ട്. പഠിപ്പിച്ചാണല്ലോ അത്. പഠിപ്പിച്ചെന്നൊരു ഓർമ്മ. ബോത്ത് A and B ആണ് ഉത്തരം. ബോത്ത് A and B. ടൈപ്പ് ഓഫ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ, നമ്മളെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ പണ്ട് ഇൻസ്ട്രുമെന്റ് ബോക്സ് കൊണ്ടുപോകുമല്ലോ. ഇൻസ്ട്രുമെന്റ് ബോക്സിൽ ഉള്ള ഡിവൈഡർ കണ്ടിട്ടില്ലേ? അതിന്റെ ലെഗ് ഇങ്ങോട്ടും ഇങ്ങനെ ലെഗ് ഇങ്ങോട്ടും ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഈ 2 ലെഗ് ഇങ്ങോട്ട് പിടിച്ച് വലിക്കുകയല്ലേ ചെയ്യാ? ആണല്ലേ? അല്ലേ? അതെ. ഇനി ഈ ഒരു ഡിവൈഡർ, ഇത് ഡിവൈഡർ അല്ല, ഈ ഒരു ഡിവൈഡർ പോലുള്ള സാധനത്തിന്റെ കേസ് നോക്കി. ഇവിടെ ഒരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. സ്ക്രൂ ലൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ലെഗ് ഇങ്ങനെ പുറത്തേക്ക് എന്ത് വരും? തള്ളി വരും. ഇവിടെ മുകളിൽ ഒരു സ്പ്രിംഗ് പോലുള്ള ഭാഗം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം ലൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു ലെഗ് ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരും. അപ്പോൾ ആ ജോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്പ്രിംഗ് ജോയിന്റ് എന്ന് പറയാം. മറ്റേ ജോയിന്റ് നമ്മൾ ഇൻസ്ട്രുമെന്റ് ബോക്സിലെ ജോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫേം ജോയിന്റ് എന്ന് പറയാം. അപ്പൊ ഡിവൈഡറുകളെ സ്പെസിഫൈ ആണെങ്കിൽ ലെങ്ത്തും അറിയണം, അതേപോലെ എന്തും അറിയണം? ലെങ്ത്തും അറിയണം, ടൈപ്പ് ഓഫ് ജോയിന്റ് അറിയണം. ബോത്ത് A and B ആണ് ഉത്തരം. ചോദിക്കാൻ സാധ്യതയുണ്ട്. ബോത്ത് A and B ആണ് ഉത്തരം വരുന്നത്. ഡിവൈഡറുകളെ കേസിൽ ടൈപ്പ് ഓഫ് ജോയിന്റ് അറിയണം, അതേപോലെ ലെങ്ത്തും അറിയണം. ബോത്ത് A and B ആണ് ഉത്തരം വരുന്നത്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടോ? ടൈപ്പ് ഓഫ് ജോയിന്റ് ആൻഡ് ലെങ്ത്. സൈസ് ഒക്കെ വരുന്നത് ജസ്റ്റ് പഠിച്ചു വെക്കാൻ പാടില്ല. അഥവാ ITI ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഈ ITI ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ITIയുടെ ബുക്ക് വായിച്ചാൽ അറിയാം. എല്ലാ പോയിന്റും ക്വസ്റ്റ്യനാ. എന്തെടുത്ത് ചോദിക്കാം. അതാ അവസ്ഥ. എന്തെടുത്ത് ചോദിക്കാം. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാവുന്നേ ഉള്ളൂ. ജസ്റ്റ് പറയുന്നു എന്ന് മാത്രം. ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ പറയുന്നു. പിന്നെ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഈ പിവറ്റ്, ഇതാ ഈ ഒരു സെന്റർ മുതൽക്ക് ഈ ഒരു ടിപ്പ് വരെയുള്ളതാണ് നമ്മൾ എന്തായിട്ട് എടുക്കുക? ഡിവൈഡറിന്റെ ലെങ്ത് ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് എന്തിനു വേണ്ടാന്ന് പറഞ്ഞു? എന്തിനു വേണ്ട ഉപയോഗിക്കുന്ന ഡിവൈഡർ? സർക്കിൾ വരയ്ക്കാം, ആർക്ക് വരയ്ക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാർജ് സർക്കിളുകൾ വരയ്ക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ ഏതാ? ഈ ഒരു ടൂള്, ട്രാമൽ. അങ്ങനെയും പഠിച്ചു വെക്കണം. ലാർജ് സർക്കിളുകൾ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ ഏതാ? സ്ക്രൈബർ എന്നൊക്കെ ഓപ്ഷൻ തരും. ലാർജ് സർക്കിളുകൾ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? ട്രാമലാണ്. അതുകൂടി ഒന്ന് പഠിച്ചു വെക്കുക. ലാർജ് സർക്കിളുകൾ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂള് ട്രാമലാണ്. അതേപോലെ നമ്മള് ഈ ഒരു ഭാഗത്തിന് ജസ്റ്റ് പറയുന്ന ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞു പോകുന്നു മാത്രം. ഇൻസൈഡ് കാലിപ്പറും ഔട്ട്സൈഡ് കാലിപ്പറും അതേപോലെ ജെന്നി കാലിപ്പറും ഒരു പക്ഷേ ക്വസ്റ്റ്യൻ വന്നാലും ജസ്റ്റ് ഒന്ന് ടൂൾസിന്റെ കേസിൽ പറഞ്ഞ് പോകുന്നു എന്ന് മാത്രം. എന്താണ് ഇൻസൈഡ് കാലിപ്പർ, എന്താണ് ഔട്ട്സൈഡ് കാലിപ്പർ? ചിത്രത്തിൽ വളരെ കൃത്യമാണ്. ഒന്ന്, ഇന്റേണൽ മെഷർമെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പൊ അതേപോലെ സ്ലോട്ടിന്റെ ഉള്ളിലെ വീതി, പൈപ്പിന്റെ ഉള്ളിലെ ഡയമീറ്റർ, അതേപോലെ ഉള്ള ഉൾഭാഗത്തെ അളവ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് ഇൻസൈഡ് കാലിപ്പർ എന്ന് പറയുന്നത്. പുറംഭാഗത്തെ അളവുകൾ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാലിപ്പറാണ് ഔട്ട്സൈഡ് കാലിപ്പർ എന്ന് പറയുന്നത്. മെഷറിംഗ് ടൂളുകളെ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞ ആരെങ്കിലും? മെഷറിംഗ് ടൂളുകളെ 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഏതാ?
precision instruments and non-precision. ഓക്കെ, പ്രിസിഷൻ ഒക്കെ ഉണ്ട്, നോൺ പ്രിസിഷനും ഉണ്ട്. വേറെ എന്തെങ്കിലും? സാറേ ഡയറക്റ്റും ഇൻഡയറക്റ്റും ആണോ? യെസ്, ഡയറക്റ്റും ഇൻഡയറക്റ്റും. ഡയറക്റ്റും ഇൻഡയറക്റ്റും. ഡയറക്റ്റും ഇൻഡയറക്റ്റും. അപ്പൊ നോക്കി, ആള് പറഞ്ഞ വളരെ കൃത്യമാണ്. ഡയറക്റ്റും ഇൻഡയറക്റ്റും. സ്റ്റീൽ റൂൾ എന്ന് പറഞ്ഞാൽ, വെർനിയർ കാലിപ്പർ എന്ന് പറഞ്ഞാൽ, സ്റ്റീൽ റൂൾ എന്ന് പറഞ്ഞാൽ, വെർനിയർ കാലിപ്പർ, ഇവയൊക്കെ എന്ത് തരം ഇൻസ്ട്രുമെന്റ്സ് ആണ്? ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ? ഡയറക്റ്റ് ആണ്. ഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. എന്നാൽ നമ്മുടെ ഈ ഒരു ഇൻസൈഡ് കാലിപ്പറും ഔട്ട്സൈഡ് കാലിപ്പറിനും ഒന്നും സ്വന്തമായിട്ട് എന്തില്ല? സ്കെയിൽ ഇല്ല. നമ്മൾ ഇതേപോലെ അളവെടുക്കും, എന്നിട്ട് ആ അളവ് ഇതേപോലെ ഒരു സ്റ്റീൽ റൂളിന്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും? എത്രയാണ് എന്ന് നോക്കിയെടുക്കും. അപ്പോൾ ഇതെന്ത് ഇൻസൈഡ് കാലിപ്പർ ആയിക്കോട്ടെ ഔട്ട്സൈഡ് കാലിപ്പർ ആയിക്കോട്ടെ, അത് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തിന്റെ സഹായം കൂടി വേണം? ഒരു സ്റ്റീൽ റൂളിന്റെ സഹായം കൂടി വേണം, അല്ലേ? വേണ്ടേ? അത് നമ്മൾ എടുത്തു, അതിന് സ്വന്തമായിട്ട് സ്കെയിലും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് കൊണ്ടുവന്നിട്ട് സ്റ്റീൽ റൂളിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് വെക്കണം. അപ്പോൾ ആ ഒരു സ്റ്റീൽ റൂളിന്റെ റീഡിംഗ് ആക്യുറസി തന്നെയായിരിക്കും നമ്മുടെ ഈ ഒരു ഇൻസൈഡ് കാലിപ്പറിന്റെയും ഔട്ട്സൈഡ് കാലിപ്പറിന്റെയും ഒക്കെ റീഡിംഗ് ആക്യുറസി. അതായത് 0.50 mm ആണ് സ്റ്റീൽ റൂളിന്റെ റീഡിംഗ് ആക്യുറസി. അതുകൊണ്ട് തന്നെ ഔട്ട്സൈഡ് കാലിപ്പറിന്റെയും ഇൻസൈഡ് കാലിപ്പറിന്റെയും ഒക്കെ റീഡിംഗ് ആക്യുറസി എത്രയായിരിക്കും? നമ്മളുടെ 0.50 mm തന്നെ ആയിരിക്കും. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ സ്റ്റീൽ റൂളിന്റെ കേസ് പറയുന്നു. സ്റ്റീൽ റൂളിന്റെ മെറ്റീരിയൽ എന്താ? സ്പ്രിംഗ് സ്റ്റീൽ. സ്റ്റീലും പറയാറുണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീലും പറയാറുണ്ട്. ഓക്കെ, സ്പ്രിംഗ് സ്റ്റീലും സ്റ്റെയിൻലെസ് സ്റ്റീലും പറയാറുണ്ട്. പിന്നെ മറ്റൊരു കാലിപ്പർ ആണ് ഈ കാലിപ്പർ. എന്താ പേര്? ഒരു മാർക്കിംഗ് ടൂളാണ്. ജെന്നി കാലിപ്പർ. ഓഡിലക് കാലിപ്പർ, ഹെർമാഫോഡൈറ്റ് കാലിപ്പർ, ജെന്നി കാലിപ്പർ, മൂന്നും ഒന്ന് തന്നെയാണ്. ഓഡിലക് കാലിപ്പർ എന്ന് പറയുന്ന പേരാണ് ഹെർമാഫോഡൈറ്റ് കാലിപ്പർ. എന്ന് പറയുന്ന പേരാണ് ജെന്നി കാലിപ്പർ. ഹെർമാഫോഡൈറ്റ്, ഓഡിലക്, ലെഗ് ആൻഡ് പോയിന്റ്, ജെന്നി കാലിപ്പർ, ഇതൊക്കെ ഒന്നാണ്. ഞാൻ പറഞ്ഞ ഒരു മാർക്കിംഗ് ടൂളാണ്. മാർക്കിംഗ് ടൂൾ നമ്മൾ പഞ്ചും സ്ക്രൈബറും ഒക്കെ പഠിച്ചല്ലോ. ഇപ്പൊ ഇത് മാത്രമായിട്ട് പഠിക്കാതിരിക്കേണ്ട കാര്യമില്ല. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം. എന്താ ഇതിന്റെ മാർക്കിംഗ് ടൂൾ എന്ന് പറയാൻ കാരണം? ഇതിന്റെ ഉപയോഗം എന്താ? Parallel line. അതൊരു സൈഡിൽ വെച്ചിട്ട് ലൈൻസ് വരയ്ക്കാം. വളരെ കൃത്യമാണ്. ഇതേപോലെ നമ്മളുടെ ഒരു എഡ്ജിന് പാരലൽ ആയിട്ട് ലൈന് വരയ്ക്കണം. ഒരു എഡ്ജിന് ഇങ്ങനെ കൊളത്തിയിട്ടിട്ട് ഈ ഒരു ഭാഗത്ത് പാരലൽ ആയിട്ട് ലൈൻ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന കാലിപ്പറാണ് ജെന്നി കാലിപ്പർ. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ സെന്റർ റൗണ്ട് ബാറുകളിലൊക്കെ സെന്റർ കണ്ടുപിടിക്കാനും എന്തുപയോഗിക്കാം? ജെന്നി കാലിപ്പർ ഉപയോഗിക്കാം. ജെന്നി കാലിപ്പർ എന്ന് പറയുന്ന മറ്റു പേരുകളാണ് പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കാറുള്ളത്. ജെന്നി കാലിപ്പർ എന്ന് പറയുന്ന മറ്റു പേരുകൾ ഹെർമാഫോഡൈറ്റ് കാലിപ്പർ എന്ന് പറയാറുണ്ട്, ഓഡിലക് കാലിപ്പർ എന്ന് പറയാറുണ്ട്, ലെഗ് ആൻഡ് പോയിന്റ് കാലിപ്പർ എന്നും. ഹെർമാഫോഡൈറ്റ് കാലിപ്പർ, ജെന്നി കാലിപ്പർ, ഓഡിലക് കാലിപ്പർ, ലെഗ് ആൻഡ് പോയിന്റ് കാലിപ്പർ എല്ലാം ഒന്ന് തന്നെയാണ്. ഒരു മാർക്കിംഗ് ടൂളാണ്. ജസ്റ്റ് പഠിച്ചു വെക്കുക. അഥവാ ചോദിച്ചാൽ എഴുതാവുന്ന ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ സിലബസിലെ പഞ്ച് പറയുന്നുണ്ട്, സ്ക്രൈബർ പറയുന്നുണ്ട്, ആകെ 3 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ പോലും ബേസിക് ടൂൾസ് എന്നുള്ള രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ജസ്റ്റ് ഒന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ. മൈന്യൂട്ട് ആയിട്ടുള്ള വാല്യൂം കാര്യങ്ങളൊന്നും അല്ലല്ലോ. പെട്ടെന്ന് പഠിച്ചു വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്, ഓർത്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഈ മാർക്കിംഗ് ടൂളിന്റെ കേസിൽ തന്നെ പറയണ മറ്റൊരു ടൂളാണ് വി ബ്ലോക്ക്, സപ്പോർട്ടിംഗ് ടൂൾ എന്ന് പറയും. നമുക്കൊരു റൗണ്ട് ആയിട്ടുള്ള വർക്ക് പീസ് മാർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ റൗണ്ട് ആയിട്ടുള്ള വർക്ക് പീസ് നമ്മൾ ഹോൾഡ് ചെയ്യണത് എവിടെയാണ്? കണ്ടുണ്ടാവും, വി ബ്ലോക്കിലല്ലേ ഹോൾഡ് ചെയ്യുക, അല്ലേ? വി ബ്ലോക്കിലല്ലേ ഹോൾഡ് ചെയ്യുക, അല്ലെ? കണ്ടിട്ടില്ലേ വി ബ്ലോക്ക്? നമുക്കുള്ളൊരു ടൂൾ ഈ ഒരു ഭാഗത്തല്ലേ ഹോൾഡ് ചെയ്യുക. ഈ വി ബ്ലോക്കിന്റെ വീട് ആംഗിൾ എത്രയാണ് ചോദിക്കാറുണ്ട്? വി ബ്ലോക്കിന്റെ വീട് ആംഗിൾ എത്രയാണ് ചോദിക്കാറുണ്ട്? എത്രയാ? 90 ഡിഗ്രിയാണ് വരിക. 90 ഡിഗ്രിയാണ് വരിക. അതേപോലെ തന്നെ വി ബ്ലോക്കുകളുടെ കേസിൽ ഇത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അഥവാ ഒന്ന് മാറി ചോദിച്ചാലെന്ന് കരുതി മാത്രം പറയുന്നത്. സ്ഥിരമായി ചോദിക്കുന്ന ചോദിച്ചാൽ വി ബ്ലോക്കുകളെ എങ്ങനെയാണ് പറയുക? സിമ്പിൾ ഉത്തരം ഓൾ ഓഫ് ദീസ് ആണ്. ഇനി ഒന്ന് വായിച്ച് എന്തൊക്കെ സംഭവങ്ങളൊന്നും വായിച്ചേ. ലെങ്ത് വേണം, മാക്സിമം ആൻഡ് മിനിമം ഡയമീറ്റർ ഓഫ് ദ വർക്ക് പീസ് കേപ്പബിൾ ബീങ് ക്ലാംപ്ഡ്. ഞാൻ പറഞ്ഞു നേരത്തെ, റൗണ്ട് ആയിട്ടുള്ള വസ്തുക്കൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഹോൾഡ് ചെയ്തിട്ട് അതിൽ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? വി ബ്ലോക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ ഗ്രേഡും ഉണ്ട്. ഗ്രേഡ് എന്താണെന്ന് നമുക്ക് പിന്നീട് പഠിക്കാം. ആണ് ഉത്തരം വരുന്നത്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു.
ഇപ്പൊ പഠിക്കുക, പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇപ്പൊ പഠിക്കുക. ജസ്റ്റ് റിവിഷൻ പ്ലസ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഓൾ ഓഫ് ദീസ് ഉത്തരമാണ്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. റെഡി? വായിച്ചു നോക്കുക. ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കാം സാറേ. ഓക്കെ കേൾക്കുന്നുണ്ട്. 90 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ ഗ്രേഡ് എ, ഗ്രേഡ് ബി. ഇതൊന്നും അത്ര ഡെപ്ത് ആയിട്ടൊന്നും പോകേണ്ട കാര്യം. ഫിറ്റർ പരീക്ഷകളിലൊക്കെയാണ് ഇത്ര ഗ്രേഡ് ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസോ കണ്ടില്ലെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, അത് ബോണസ് അത്രേ ഉള്ളൂ. എന്തായാലും ഫിറ്റർ ഇതിലൊക്കെ എഴുതുന്നവർ കുറെ ആൾക്കാർ ഫിറ്ററും എല്ലാം ഒന്ന് ചെയ്യുന്നവർ തന്നെ ആയിരിക്കും. ഗ്രേഡ് എയും ഉണ്ട്, ഗ്രേഡ് ബിയും ഉണ്ട്. ഗ്രേഡ് ബി വി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആക്യുറേറ്റ് ആയിരിക്കും, സൈസ് കുറവായിരിക്കും. 100 mm വരെ ലെങ്ത്തിൽ മാത്രമേ കിട്ടുള്ളൂ. എന്നാൽ ഗ്രേഡ് ബി എന്ന് പറഞ്ഞാൽ അത്ര ആക്യുറേറ്റ് ഒന്നുമല്ല, നീളം കൂടുതൽ കിട്ടും, 300 mm വരെ നീളത്തിൽ കിട്ടും. ഗ്രേഡ് എ വി ബ്ലോക്കുകൾ ഹൈ ക്വാളിറ്റി സ്റ്റീൽ കൊണ്ടും ഗ്രേഡ് ബി വി ബ്ലോക്കുകൾ ക്ലോസ്ലി ഗ്രൈൻഡ് കാസ്റ്റൻ കൊണ്ടും ഒക്കെയാണ് നിർമ്മിക്കുക. ജസ്റ്റ് ഞാൻ പറഞ്ഞു, അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. ഫിറ്റർ പോലുള്ള പരീക്ഷകളിലൊക്കെയാണ് ഇത്രയും ഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ കണ്ടിട്ടുള്ളൂ. എന്നാലും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഗ്രേഡ് എ വി ബ്ലോക്കുകൾ എന്തുകൊണ്ടാ? ആക്യുറേറ്റ് ആയിരിക്കും. ഹൈലി നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഹൈ ക്വാളിറ്റി സ്റ്റീൽ. ഹൈ ക്വാളിറ്റി സ്റ്റീൽ. മറ്റേത് ക്ലോസ്ലി ഗ്രൈൻഡ് കാസ്റ്റ്. മാർക്കിങ്ങിന്റെ കൂടെ തന്നെ പറയണ മറ്റൊരു ടൂളാണെന്ത്? മാർക്കിംഗ് ടേബിൾ. മാർക്കിംഗ് ടേബിളും നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക? കാസ്റ്റൈൻ കൊണ്ട് നിർമ്മിക്കാറുണ്ട്, ഗ്രാനൈറ്റ് നിർമ്മിക്കാറുണ്ട്. ബോത്ത് ANB വളരെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആവണമെന്നേ ഉള്ളൂ. വളരെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആവണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മാർക്കിംഗ് ടേബിളുകള് കാസ്റ്റൈൻ കൊണ്ടും നിർമ്മിക്കാറുണ്ട്, ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിക്കാറുണ്ട്. അപ്പൊ ഉത്തരം ബോത്ത് ANB ആണ് പറയുക. അതാണ് എഴുതിയിട്ടുള്ളത്. മെയ്ഡ് ഓഫ് കാസ്റ്റൈൻ ഓർ ഗ്രാനൈറ്റ്, വേരിയസ് സൈസിൽ അവൈലബിൾ ആണ്. റെഫറൻസ് സർഫസ് ഫോർ മാർക്കിംഗ് ഓൺ വർക്ക് പീസ് എന്ന് പറയാം. പഠിക്കണേ, എന്താണ് നമ്മുടെ മാർക്കിംഗ് ഓഫ് ടേബിൾ അല്ലെങ്കിൽ മാർക്കിംഗ് ടേബിൾ ആണ് നമ്മുടെ റെഫറൻസ് സർഫസ്. അല്ലാതെ നമ്മുടെ വി ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമല്ല. സാധാരണ ഒരു വർക്ക് പീസിന്റെ കേസിൽ റെഫറൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക, റെഫറൻസ് സർഫസ് മാർക്കിങ്ങിനായിട്ടുള്ള റെഫറൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്താണ്? മാർക്കിംഗ് ഓഫ് ടേബിൾ തന്നെയാണ്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന് ഉത്തരം എന്താ? ITI ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്തവർക്കറിയാം. ഡിസ്റ്റോർഷൻ വരായിരിക്കും. ഡിസ്ട്രോഷന്റെ കേസാണ് ഉത്തരം വരുന്നത്. ഡിസ്ട്രോഷൻ, നശീകരണം എന്നുള്ള അർത്ഥം. പെട്ടെന്ന് കേട് വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കാസ്റ്റൈൻ കൊണ്ട് നിർമ്മിക്കുന്നത് എന്നാണ് പറയുന്നത്. സർഫസ് പ്ലേറ്റ് മാർക്കിംഗ് ഓഫ് ടേബിളും ഒക്കെ ഏതാണ്ട് ഒരു ഉപയോഗം തന്നെയാണ്. സർഫസ് വളരെ ഫ്ലാറ്റ് ആയിരിക്കും, ഇതിന്റെ മുകളിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യാനും സാധനങ്ങളൊക്കെ പറ്റും. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ ആംഗിൾ പ്ലേറ്റ് ഒരു ഇങ്ങനെ വർക്ക് പീസിനൊക്കെ ഹോൾഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ആംഗിൾ പ്ലേറ്റുകൾ ഉപയോഗിക്കുന്നത്. വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. നമുക്ക് വൈസ് പഠിക്കാണ്ടല്ലോ, അപ്പൊ വൈസിന്റെ കേസിലും നോക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു എന്താ പറയുക, മാർക്കിംഗ് ടൂളുകളുടെ കേസിലും വെച്ചിട്ട് വേണമെങ്കിൽ രണ്ട് ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻ വരാം. ആംഗിൾ പ്ലേറ്റുകൾ ഇതേപോലെ സ്ലോട്ടുകൾ കൊടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ സ്ലോട്ടുകൾ കൊടുക്കാറുണ്ട്? എന്തിനു വേണ്ടിട്ടാ സ്ലോട്ടുകൾ? ജോബ് ക്ലാമ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ആംഗിൾ പ്ലേറ്റുകൾ എന്ത് കൊടുക്കുന്നത്? അത്തരത്തിൽ സ്ലോട്ടുകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത്. അതാണ് എഴുതിയിട്ടുള്ളത്. ക്ലോസ്ലി ഗ്രൈൻഡ് കാസ്റ്റൈൻ കൊണ്ടോ സ്റ്റീൽ കൊണ്ടൊക്കെ നിർമ്മിച്ചിരിക്കുന്നു. ക്ലോസ്ലി ഗ്രൈൻഡ് കാസ്റ്റൈൻ കൊണ്ടോ സ്റ്റീൽ കൊണ്ടൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. നമ്മളെ വർക്ക് പീസിനെ കൃത്യമായിട്ട് പിടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇത്രയും ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങളുടെ സിലബസിൽ ഉള്ള ഭാഗം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിലബസിൽ പറയുന്ന ഭാഗം, ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകുമെന്ന് യാതൊരു തർക്കവുമില്ലാതെ പറയാൻ പറ്റുന്ന ഒരു ഭാഗം, ബെഞ്ച് വൈസ് അല്ലെങ്കിൽ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഭാഗം. വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് അഥവാ ബെഞ്ച് വൈസ് എന്ന് പറയുന്ന ഒരു ഭാഗം. ബെഞ്ച് വൈസ് നമുക്കറിയാം, ബെഞ്ച് വൈസിൽ ഓരോ ഭാഗങ്ങളും പഠിക്കണം. ബെഞ്ച് വൈസിൽ ഓരോ ഭാഗങ്ങളും ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞോളൂ, ബോക്സിനായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഫോസ്ഫറസ് ബ്രോൺസ്. ബെഞ്ച് വൈസിന് പറയുന്ന മറ്റൊരു പേര് എഞ്ചിനീയേഴ്സ് വൈസ്. ബെഞ്ച് വൈസുകളെ സ്പെസിഫൈ ചെയ്യുന്നത് വിഡ്ത്ത് ഓഫ് ജോബ്. ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അത്രേ ഉള്ളൂ. നമ്മുടെ പുതിയ തലമുറ രീതിയിൽ പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ വരും. അതെന്ന് പറഞ്ഞാല് വായിക്കുമ്പോൾ കുറെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സംഭവം സിമ്പിളാ. എല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. ജസ്റ്റ് ഒരു 2 വട്ടം വായിച്ചാൽ തന്നെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ബെഞ്ച് വൈസുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ശരിയായ ഹലോ 2 വട്ടം വായിക്കുമ്പോഴേക്ക് സമയം പോകില്ല സാർ. സമയം പോവില്ല. നിങ്ങൾക്കൊക്കെ എങ്ങനെ ഈ സമയം പോകാറാണ്? എനിക്കൊക്കെ ഈ 1.5 മണിക്കൂറിനായിട്ട് എനിക്കൊക്കെ പരീക്ഷ ഹാളിൽ ഇരുന്ന് ബോറടിക്കുക ചെയ്യുന്നത്. ഒക്കെ അറിയുന്നോണ്ടെന്നല്ല, നമുക്കൊക്കെ എങ്ങനെ ഈ സമയം പോകും എനിക്ക് മനസ്സിലാവുന്നില്ല. സാവധാനം നമുക്ക് അറിയുന്നതൊക്കെ എന്തോ ഓരോരുത്തർക്ക് ഓരോ രീതി ഉണ്ടാവും.
അതിനുള്ള ഏക വഴി എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടുപിടിക്കുന്ന ഏക വഴി എന്ന് പറഞ്ഞാൽ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. നമ്മൾ ഈ ഓൺലൈനിൽ നിങ്ങൾക്ക് ഇത് കിട്ടും, എന്താ പറയുക, OMR പേപ്പറൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ബബിൾ ചെയ്തിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. സമയം കിട്ടുന്നൊക്കെയോ, എനിക്കൊക്കെ സമയം കൂടിയിട്ടാ പ്രശ്നം. പോട്ടെ. ബോക്സിനായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഫോസ്ഫറസ് ബ്രോൺസ് കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ ഗ്രേ കാസ്റ്റൻ കൊണ്ട് എന്താ നിർമ്മിച്ചിട്ടുണ്ടാവുക? മൂവബിൾ ജോ, ബേസ് ബോഡി, ഫിക്സഡ് ജോ. ബോഡിയും കാര്യങ്ങളൊക്കെ ഗ്രേ കാസ്റ്റൻ കൊണ്ടാവും നിർമ്മിച്ചിട്ടുണ്ടാവുക. ഈ ജോ പ്ലേറ്റും ജോ പീസും ഒക്കെ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക? ടൂൾ സ്റ്റീൽ. ഓക്കെ. പിന്നെ ഹാൻഡിലും അതേപോലെ ഈ സ്പിൻഡിലും ഒക്കെ നിർമ്മിച്ചിട്ടുണ്ടാവുക മൈൽഡ് സ്റ്റീൽ. കഴിഞ്ഞു. മാനുഫാക്ചർ ഓഫ് ബെഞ്ച് വൈസ് മൊത്തത്തിൽ നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ ചോദിക്കുകയാണെങ്കിൽ എന്താ? കാസ്റ്റേൺ ആണ് ഉത്തരം വരിക. ഓക്കെ, കാസ്റ്റേൺ ആണ് ഉത്തരം വരിക. ബെഞ്ച് വൈസ് സ്പെസിഫൈ ചെയ്യുന്നത് പോട്ടെ. വിഡ്ത്ത് ഓഫ് ജോ, അതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. വിഡ്ത്ത് ഓഫ് ജോ ആണ് വരുന്നത്. ബെഞ്ച് വൈസുകളെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിക്കാറ്. ബെഞ്ച് വൈസുകളെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ? നട്ട് ആൻഡ് ബോൾട്ട് മെക്കാനിസം എന്നാട്ടോ പറയാം. നട്ട് ആൻഡ് ബോൾട്ട് മെക്കാനിസം. ഒരു നട്ടും ഉണ്ടാവും, ഒരു ബോൾട്ടും ഉണ്ടാവും. നട്ട് ആൻഡ് ബോൾട്ട് മെക്കാനിസം, റാക്ക് ആൻഡ് പിനിയൻ, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. നട്ട് ആൻഡ് ബോൾട്ട് മെക്കാനിസം ആണ് എന്തിന് വരുന്നത്? ബെഞ്ച് വൈസുകളെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത്. പിന്നെ മെറ്റീരിയൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫിക്സഡ് ജോയും മൂവബിൾ ജോയും ജോ പ്ലേറ്റും സ്പിൻഡിലും ഹാൻഡിലും ബോക്സ് നട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇത് ഈ വൈസാണ് ക്വസ്റ്റ്യൻ. ഈ വൈസ് എന്താ? ചെറിയ സ്ക്രൂ, റിവറ്റും കീ ഒക്കെ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വൈസ് എന്ന് ചോദിച്ചാൽ എന്താ? ഹാൻഡ് വൈസ്. ഹാൻഡ് വൈസ് ആണ്. പിൻ വൈസിന്റെ ഉത്തരം എന്താ? അപ്പോ അതിന് കൃത്യമായിട്ടുള്ള ഇംഗ്ലീഷ് ഒരു ടേം എടുത്തിട്ട് സ്മോൾ ഡയമീറ്റർ ജോബ് എന്ന് തന്നെ ചോദിക്കുകയാണ്. സ്മോൾ ഡയമീറ്റർ ജോബ് എന്ന് തന്നെ ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഏത് വയസ്സായിരിക്കും? സ്മോൾ ഡയമീറ്റർ ജോബ് എന്ന് തന്നെ ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഏത് വയസ്സായിരിക്കും? പിൻ വയസ്സായിരിക്കും ഉത്തരം വരിക. പിൻ വയസ്സായിരിക്കും ഉത്തരം വരിക. അതേപോലെ മറ്റൊരു വയസ്സ് നോക്കിയാൽ ഏത് വയസ്സാ? ലെഗ് വൈസ്. ലെഗ് വൈസ് ആണ് എന്താ? ഏത് വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്നത്? അങ്ങനെ ചോദിക്കാറുണ്ട്. ലെഗ് വൈസ് എവിടെ ഉപയോഗിക്കുന്നത്? ഷോപ്പുകളിലല്ലേ? ഷോപ്പുകളിലൊക്കെ ഉപയോഗിക്കുന്ന വൈസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ലെഗ് വൈസ് ആണ്. ലെഗ് വൈസിന്റെ കേസിൽ മാത്രം ഒരു പ്രത്യേകത ഉണ്ട്. ലെഗ് വൈസ് നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്താണ്? മൈൽഡ് സ്റ്റീൽ. അതിന്റെ കാരണം എന്താണ്? ഹാമറിംഗ് ഒക്കെ വരുന്ന സമയത്ത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ലെഗ് വൈസ് മാത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇത്തരത്തിലുള്ള മൈൽഡ് സ്റ്റീൽ പോലുള്ള മെറ്റീരിയൽ കൊണ്ടാണ്. ഓക്കെ. ക്യുക്ക് ലീസിംഗ് വൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ക്യുക്ക് ലീസിംഗ് വൈസ് എന്ന് പറഞ്ഞാൽ മൂവബിൾ ജോയുടെ ഓപ്പണിങ് ഒരു ട്രിഗർ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്ന വൈസുകളെയാണ് എന്ത് പറയുന്നത്? ക്യുക്ക് റിലീസിംഗ് വൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യുക്ക് റിലീസിംഗ് വൈസ് എന്ന് പറയുന്നത്. പിന്നെ പൈപ്പ് വൈസ് നമുക്കറിയാം റൗണ്ട് ആയിട്ടുള്ള സെക്ഷൻസ് മെറ്റൽ എന്നാണ് പറയുന്നത്. അതായത് പൈപ്പുകൾ, അതേപോലെ വലിയ ട്യൂബുകളൊക്കെ പിടിക്കാൻ വേണ്ടി പൈപ്പ് വൈസില് ഒരു 4 പോയിന്റിലാണ് വർക്ക് പീസും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഓക്കെ. മറ്റൊരു വൈസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഹാൻഡ് വൈസ്. ഓക്കെ, ഹാൻഡ് വൈസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിൻ വൈസും പറഞ്ഞു കഴിഞ്ഞു. സർഫസ് പ്ലേറ്റുകളുടെ മുകളില്, അതേപോലെ ഈ മെഷീനുകളുടെ ഒക്കെ മുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വൈസാണ് ടൂൾ മേക്കേഴ്സ് വൈസ് എന്ന് പറയുന്ന ഒരു വൈസ്. ഓക്കെ. ലെഗ് വൈസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. നമ്മളുടെ ഹാമറിങ്ങുമായി ബന്ധപ്പെട്ട് മൈൽഡ് സ്റ്റീലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ മൈൽഡ് സ്റ്റീലുമായി മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. മൈൽഡ് സ്റ്റീൽ പോലുള്ള മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. ഹാമറിങ് വരുന്ന സ്ഥലങ്ങൾ പറയാം പൊട്ടിപ്പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ലെഗ് വൈസ് ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ പിന്നീട് നമുക്ക് പഠിക്കാൻ അതിലുണ്ടായിരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മളെ സ്റ്റീൽ റൂട്ട്. പിന്നീട് നമുക്കറിയാം നമ്മുടെ ആ ഒരു ഭാഗത്ത് പിന്നീട് പഠിക്കാനുള്ളത്, ഏറ്റവും കൂടുതലായിട്ട് പഠിക്കാനുള്ളത് എന്താണ്? ഹാമർ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഹാമറിന്റെ കേസിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരെ ഈ ഹാമറിന്റെ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഹാമറിന്റെ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. ഹാമർ ഹെഡ് എന്ന് പറയും. ഹാമർ ഹെഡിന്റെ കേസിൽ ഹെഡ് വേറെ ഹാൻഡിൽ വേറെ, രണ്ടായിട്ട് തന്നെയാണ് നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങിക്കുക. ഹാമർ ഹെഡിന്റെ ഓരോ ഭാഗങ്ങളും ഇപ്പോൾ ഫേസ്,
ചീക്ക്, പീന്, ഐ ഹോള്, വെഡ്ജ്. ഇതാണ് ഭാഗങ്ങള്. മിഡിൽ പോർഷൻ പറയുന്ന ഭാഗം എന്താ? ചീക്കല്ലേ? ചീക്ക് എന്നാണ് പറയാ. ചീക്കിന്റെ ഉപയോഗം എന്താ? മെഷർ വെയിറ്റ് മെഷർ ചെയ്യാം. വെയിറ്റ് മെഷർ ചെയ്യണോ? വെയിറ്റ് മെഷർമെന്റ് ബാലൻസ് അടയാളപ്പെടുത്താൻ. യെസ്, അടയാളപ്പെടുത്താൻ. സ്റ്റാമ്പ് ചെയ്യാൻ. ഹാമറുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, വെയിറ്റ്, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ, വെയിറ്റ്, അതേപോലെ എന്താ പറയാ, ഹെഡിന്റെ ഭാരം, കമ്പനി, മേക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ സത്യത്തിൽ എന്ത് ഉപയോഗിക്കുന്നത്? ചീക്ക് എന്ന് പറയുന്ന ഭാഗം ഉപയോഗിക്കാറുള്ളത്. വെഡ്ജ് നമുക്കറിയാം, ഹാൻഡില് ലൂസ് ആവാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? നമ്മളുടെ വെഡ്ജ് എന്ന് പറയുന്ന ഭാഗം. സ്പെഷ്യൽ ആയിട്ടുള്ള പർപ്പസുകൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മൾ നമ്മളുടെ പീൻ എന്ന് പറയുന്ന ഭാഗം. ഇതാണ് ആ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാറുണ്ട്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ചീക്കാണ് ഉത്തരം വരാം. ഓക്കെ. ഹാമറിന്റെ ഭാഗങ്ങൾ ഫേസ്, പീന്, ചീക്ക്, ഐഹോള്, വെഡ്ജ്. അതിൽ ഓരോന്നും അറിയാം. ഫേസ് ജനറൽ ആയിട്ടുള്ള എല്ലാ സ്ട്രൈക്കിംഗ് പർപ്പസുകൾക്കും ഫേസ് ഉപയോഗിക്കും. സ്പെഷ്യൽ ആയിട്ടുള്ള പർപ്പസുകൾക്ക് പീൻ ഉപയോഗിക്കും. പിന്നെ വെഡ്ജും ഐഹോളും ചീക്കും ഉണ്ട്. ചീക്കിന്റെ ഉപയോഗം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഐഹോൾ നമുക്ക് ഹാൻഡിൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി, വെഡ്ജ് അതിനെ ടൈറ്റ് ചെയ്ത് നിർത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്ന് പറഞ്ഞേ, മൈക്ക് ഓൺ ആക്കിയിട്ട്. സ്ലൈറ്റ്ലി കോൺവെക്സിറ്റി കൊടുക്കുന്നത് അവോയ്ഡ് ഡിഗിങ് ഓഫ് ദ എഡ്ജ്. അതായത് ഇവിടെ ചെറിയൊരു ഇങ്ങനെ കർവ് പോലെ ചെറിയൊരു കോൺവെക്സ് ഷേപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്തിനു വേണ്ട വെച്ചാൽ നമ്മൾ ഈ ഹാമർ ഉപയോഗിച്ച് അടിക്കുന്ന സമയത്ത് ലൈറ്റ് ആയിട്ടുള്ള മെറ്റൽ പാർട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എഡ്ജ് ഇങ്ങോട്ട് കുഴിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാവും. എഡ്ജ് കുഴിഞ്ഞു പോകുന്ന, ഡിഗിങ് എന്ന് പറയാം, കുഴിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാവും. ആ കുഴിഞ്ഞു പോകുന്ന അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ചെറിയൊരു കോൺവെക്സിറ്റി ഫേസിലേക്ക് കൊടുത്തതായിട്ട് കാണുന്നത്. പഠിപ്പിച്ചതാണ്. പിന്നെ പീന് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറൽ ആയിട്ടുള്ള സ്ട്രൈക്കിംഗ് പർപ്പസുകൾക്ക് ഫേസ് ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഫോമിംഗ് എന്നാ പറയാ, ഫോമിംഗ് വർക്കുകൾക്കൊക്കെ ഉപയോഗിക്കുന്നത് പീനി എന്ന് പറയുന്ന ഭാഗമായിരിക്കും. ആ പീന് പറഞ്ഞ കേസിന് ഞാൻ പറഞ്ഞിരുന്ന എന്തൊരു ഓർമ്മ, സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഹാമർ ഏതാണ്? ജനറൽ പർപ്പസുകൾക്ക് ഉപയോഗിക്കുന്ന ഹാമർ ഏതാ? ഏത് ടൈപ്പ് ഹാമറാ? സ്ലഡ്ജ് ആണോ? ബോൾ പീൻ ഹാമറാണ്. വർക്ക്ഷോപ്പില് ജനറൽ പർപ്പസുകൾക്കൊക്കെ ഉപയോഗിക്കുന്നത് ബോൾ പീൻ ഹാമറാണ്. ബോൾ പീൻ ഹാമർ ആകുമ്പോൾ ഇവിടെ ബോളും ഉണ്ടാവും, ഇവിടെ സാധാരണ ഫേസും ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ബോൾ പീൻ ഹാമറുകളെ തന്നെയാണ് നമ്മൾ എന്തൊരു ക്ലാസിഫിക്കേഷനിൽ പെടുത്താറുള്ളത്? എഞ്ചിനീയേഴ്സ് ഹാമർ എന്നുള്ള ഒരൊറ്റ ക്ലാസിഫിക്കേഷനിൽ പെടുത്താറുള്ളത്. ജനറൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഹാമർ എന്നുള്ളൊരു ഗണത്തിൽ പറയുന്നു. അതിന്റെ വെയിറ്റും കാര്യങ്ങളും പറയാറുണ്ട്. എഞ്ചിനീയേഴ്സ് ഹാമർ എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാരണ വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്ന ഹാമറുകളെയാണ് എഞ്ചിനീയേഴ്സ് ഹാമർ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷനിൽ പെടുത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ ഹാമറിന്റെ ഉപയോഗം വർക്ക്ഷോപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഇപ്പൊ പുറത്തുപോയ ആളുകൾ പാറ പൊട്ടിക്കാനും, അതല്ല ഇനിയിപ്പോ ഒരു ബിൽഡിങ്ങിലെ സ്ലാബ് പൊട്ടിക്കാനും ഒക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഹാമർ ഉപയോഗിക്കാം. പക്ഷെ എഞ്ചിനീയേഴ്സ് ഹാമറിന്റെ ഭാരം ഒരു 125 ഗ്രാം മുതൽ 1.5 ഗ്രാം വരെയൊക്കെയാണ് എഞ്ചിനീയേഴ്സ് ഹാമറിന്റെ ഭാരം നമ്മൾ പറയാനുള്ളത്. ചോദിക്കാം, എഞ്ചിനീയേഴ്സ് ഹാമറിന്റെ ഭാരം എത്ര റേഞ്ചിലാണെന്ന് ചോദിച്ചാൽ 125 ഗ്രാം മുതൽ ഒരു 1.5 കിലോഗ്രാം വരെയൊക്കെയാണ് എഞ്ചിനീയേഴ്സ് ഹാമറിന്റെ സ്റ്റാൻഡേർഡ് ഭാരമായിട്ട് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. നമ്മളുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതായിരുന്നു. ഹാമറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഹാമറിന്റെ സെന്റർ പോർഷൻ എന്ന് പറയുന്ന പേര്, ഹാമറിന്റെ ഏറ്റവും വലിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹാമറിന്റെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഹാമർ ഹെഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഹാമർ ഹെഡിലെ ഭാഗങ്ങൾ, ചീക്ക് എന്ന് പറയുന്നതാണ് സെൻട്രൽ പോർഷൻ അഥവാ മിഡിൽ പോർഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമായിരുന്നു. ചീക്ക് എന്ന് പറയുന്നതാണ് മിഡിൽ പോർഷൻ. ചീക്കിലാണ് നമ്മളുടെ വെയിറ്റും ഈ ഹാമർ ഹെഡിന്റെ ഭാരവും കാര്യങ്ങളും ഒക്കെ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടാവും, അതായത് അച്ചടിച്ചിട്ടുണ്ടാവും. എന്തിന്റെ മുകളിലാണ്? ചീക്ക് എന്ന് പറയുന്ന ഭാഗത്താണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. ഹാമർ ഹെഡിന്റെ ഭാഗങ്ങളെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. ഇവിടെ ഒരു ചെറിയ കോൺവെക്സിറ്റി ഫേസ് എന്ന് പറയുന്ന ഭാഗത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഫേസ് എന്ന് പറയുന്ന ഭാഗത്ത് ആ ചെറിയൊരു കോൺവെക്സിറ്റി കൊടുത്തിട്ടുണ്ടാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ഡിഗിങ്, അതായത് ഈ ഹാമർ വെച്ച് അടിക്കുന്ന സമയത്ത് ഈ മെറ്റലിന്റെ എഡ്ജൊക്കെ ചതഞ്ഞു പോകുന്ന ഡിഗിങ് എന്ന് പറയുന്ന അവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫേസിനെ കുറിച്ച് ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. പീന് ഇനി നമുക്ക് തോന്നുന്നു ഇതുവരെയൊക്കെ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടാകുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. ഇനി നമുക്ക് നോക്കാം. ഫേസിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. പീൻ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. പീൻ എന്ന് പറഞ്ഞാൽ ഫോമിംഗ് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ്.
സാധാരണ സ്ട്രൈക്കിംഗ് അല്ല, സ്ട്രൈക്കിംഗ് എന്തെങ്കിലും ഒന്ന് അടിക്കും വേണം, എന്തെങ്കിലും ഒന്ന് ഫോം ചെയ്യണം, എന്തെങ്കിലും ഒന്ന് രൂപപ്പെടുത്തി എടുക്കണം എന്നുണ്ടെങ്കിൽ അത്തരം പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പീൻ എന്ന് പറയുന്ന ഭാഗം കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഹാമറുകൾ എപ്പോഴും ഷേപ്പ് ഓഫ് പീനും വെയിറ്റ് ഓഫ് ഹെഡും വെച്ചിട്ടാണ്. അതേപോലെ ഈ പീനിന്റെ ഷേപ്പും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഹാമറിന്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ പറയാറുള്ളത്. അതിൽ തന്നെ പറഞ്ഞിട്ടായിരുന്നു എഞ്ചിനീയേഴ്സ് ഹാമർ, സാധാരണ ഇതിൽ ഉപയോഗിക്കുന്ന എഞ്ചിനീയേഴ്സ് ഹാമർ എന്നാണ് നമ്മൾ വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്ന ഹാമറുകളെ മൊത്തത്തിൽ പറയുക. അതിൽ ബോൾ പീൻ ഉണ്ടാവാം, ക്രോസ് പീൻ ഉണ്ടാവാം, സ്ട്രൈറ്റ് പീൻ ഉണ്ടാവാം, സ്ലഡ്ജ് ഉണ്ടാവാം, ഒക്കെ ഉണ്ടാവാം. അതില് ഭാരം വരുന്നത് 125 ഗ്രാം മുതൽ 1.5 കിലോഗ്രാം വരെയൊക്കെ ആയിരുന്നു എന്നാണ് പഠിച്ചത്. ഇത്രയും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതിന്റെ ഒരു ഓർമ്മ, ഹാമറുകളെ സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതിന്റെ ഒരു ഓർമ്മ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഹാമറുകളെ സ്പെസിഫൈ ചെയ്യുന്നത് വെയിറ്റ് ഓഫ് ഹെഡും ഷേപ്പ് ഓഫ് പീനും വെച്ചിട്ടാണ്. ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതിനാണ് ഒരു ഓർമ്മ. അപ്പോ നമുക്കിനി നോക്കാം. എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. തുടങ്ങിക്കോളൂ. എന്താ നമ്മളെ റിവറ്റിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്ന ഹാമർ? റിവറ്റിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്ന ഹാമർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബോൾ പീൻ ഹാമറാണ്, സംശയമില്ല അല്ലെ. അപ്പൊ സ്ലഡ്ജ് ഹാമറിന് ഉപയോഗം ചോദിച്ചാൽ എന്താ പറയാ? സ്ലഡ്ജ് ഹാമറിന് ഉപയോഗം ചോദിച്ചാൽ എന്താ പറയാ? ഹെവി ആയിട്ടുള്ള വർക്കുകൾ, ഡിമോളിഷിംഗ് എന്ന് പറയാം. ഡിമോളിഷിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ, പൊളിക്കുക, അടിച്ചു പൊട്ടിക്കുക, അങ്ങനെയൊക്കെ ഉള്ളതാണ് ഡിമോളിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിമോളിഷിംഗ് വർക്കുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഹാമർ ആണ് എന്ത്? സ്ലഡ്ജ് ഹാമർ എന്ന് പറയുന്നത്. പിന്നെ ക്രോസ് പീൻ ഹാമറും ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, സ്ട്രൈറ്റ് പീൻ ഹാമറിലും ഉണ്ട്. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ഹാമറിന്റെ ടൈപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, പരീക്ഷയിൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഇതേപോലെ ഒരു ഹാമർ ആണ് എന്ത്? ക്ലബ് ഹാമർ. ക്ലബ് ഹാമർ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലബ് ഹാമർ എന്ന് പറയുന്ന മറ്റൊരു പേരെന്താ? സ്ലഡ്ജ് ഹാമർ. ലംബ് ഹാമർ ആണ് കേട്ടോ. ക്ലബ് ഹാമേഴ്സ് ആർ ആൾസോ ലംബ് ഹാമർ. ഇത് സ്ലഡ്ജ് ഹാമർ തന്നെയാണ്, പക്ഷെ സ്ലഡ്ജ് ഹാമറിന്റെ ഒരു ചെറിയ രൂപം. സ്ലഡ്ജ് ഹാമർ തന്നെയാണ്, പക്ഷെ സ്ലഡ്ജ് ഹാമറിന്റെ ഒരു ചെറിയ രൂപമാണ് എന്ത്? ക്ലബ് ഹാമർ. സാധാരണ സ്ലഡ്ജ് ഹാമർ നമുക്കറിയാം, പാറ പൊട്ടിക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന വളരെ സൈസുള്ള എന്തുണ്ട്, സ്ലഡ്ജ് ഹാമർ ഒക്കെ ഉണ്ട്. അത് സാധാരണ സ്ലഡ്ജ് ഹാമർ. സ്ലഡ്ജ് ഹാമറിന്റെ ഒരു ചെറിയ രൂപം, വളരെ ചെറിയ രൂപമാണ് എന്ത്? ക്ലബ് ഹാമർ എന്നറിയപ്പെടുന്ന ഈ ചിത്രത്തിൽ കാണുന്ന ഹാമർ. ക്ലബ് ഹാമർ എന്ന് പറയുന്ന മറ്റൊരു പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ലംബ് ഹാമർ എന്നാണ് പറയുക. ക്ലബ് ഹാമർ എന്ന് പറയുന്ന മറ്റൊരു പേരെന്താണെന്ന് ചോദിച്ചാൽ ക്ലബ് ഹാമറിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? ലംബ് ഹാമർ ആണ് എന്ന് മനസ്സിലാക്കി വെക്കാം. ലംബ് ഹാമേഴ്സ് ആർ ആൾസോ കാൾഡ് ക്ലബ് ഹാമർ. ഇത് എന്തിനു വേണ്ട? ലൈറ്റ് ഡിമോളിഷിംഗ് വർക്ക് എന്ന് പറയാം. ലൈറ്റ് ഡിമോളിഷിംഗ് എന്ന് പറയാൻ ചെറിയ വല്ല വസ്തുക്കളും ഒക്കെ അടിച്ചു പൊട്ടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ഡിമോളിഷിംഗ് വർക്കുകൾക്ക് ഉപയോഗിക്കാം. അതേപോലെ ചിസലുകളുടെ കൂടെ ഉപയോഗിക്കാം. ആണി, മേസണറി നെയിൽസ്, ആണി തറയ്ക്കുന്നതിന് വേണ്ടി, മേസണറി നെയിൽസ് ആണി തറയ്ക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഉപയോഗിക്കാം. നമ്മുടെ ലംബ് ഹാമറുകൾ ഉപയോഗിക്കാം. ജസ്റ്റ് ഉപയോഗമൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക, മറ്റുള്ള പേരുകളൊന്ന് പഠിച്ചു വെക്കുക. ഞാൻ പറഞ്ഞ മൊഡ്യൂളിൽ നിന്ന് ആകെ 3-4 മാർക്കുള്ള ക്വസ്റ്റ്യനേ വരുള്ളൂ. പക്ഷെ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് ജസ്റ്റ് പറയുന്നു എന്ന് മാത്രം. ഇത് സ്ഥിരമായി പരീക്ഷയ്ക്ക് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ ഉത്തരം? മാർക്കെങ്കിലും അറിയുമെങ്കിലും എന്ന് പറഞ്ഞ് എന്താണ് ഉത്തരം വരുന്നത്? നമ്മളെ മാർക്കിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്ന 250 ഗ്രാം ആണ് കേട്ടോ. സ്ഥിരമായി ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷയിൽ സ്ഥിരമായി ITI നിലവാരത്തിലുള്ള പരീക്ഷയിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മാർക്കിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്ന ഹാമറുകളുടെ ഭാരം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 250 ഗ്രാം ആണ് പറയാറുള്ളത്. 250 ഗ്രാം ഒക്കെയാണ് മാർക്കിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്ന ഹാമറുകളുടെ ഭാരമായിട്ട് 250 ഗ്രാം ആണ് ഉത്തരം വരുന്നത്. ബോൾ പീൻ ഹാമർ ഓൾറെഡി നമ്മൾ പറഞ്ഞു, വെറ്റിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഹാമറാണ് ബോൾ പീൻ ഹാമർ. പക്ഷെ പരീക്ഷയ്ക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ജനറൽ ആയിട്ട് വർക്ക്ഷോപ്പുകൾ ഉപയോഗിക്കുന്ന, ജനറൽ വർക്കുകൾക്ക് ഉപയോഗിക്കുന്ന ഹാമർ ഏതാണെന്ന് ചോദിക്കും. നിങ്ങൾ എഞ്ചിനീയറിംഗിനോ അല്ലെങ്കിൽ പോളിയിലോ അതല്ലെങ്കിൽ ITIയിലോ പഠിച്ച ഒന്ന് ആലോചിച്ച് നോക്കി അറിയാൻ സാധിക്കും. അവിടെ നമ്മൾ വർക്ക്ഷോപ്പില് ഏറ്റവും കൂടുതൽ കാണുന്ന ക്രോസ് പീൻ ഹാമറോ സ്ലഡ്ജ് ഹാമറോ ഒന്നുമല്ല. ജനറൽ ആയിട്ടുള്ള വർക്കുകൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഹാമർ തന്നെയാണ്? ബോൾ പീൻ ഹാമർ തന്നെയാണ്. ജനറൽ വർക്കുകൾക്കൊക്കെ, വർക്ക്ഷോപ്പുകളിലെ ജനറൽ വർക്കുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഏതാണ്? ബോൾ പീൻ ഹാമർ തന്നെയാണ്. റിവറ്റിംഗ് പോലുള്ള ആവശ്യങ്ങൾക്ക് അതിന്റെ പീൻ ഉപയോഗിക്കും. ജനറൽ സ്ട്രൈക്കിംഗ് പർപ്പസിന് എന്ത് ഉപയോഗിക്കും? അതിന്റെ ഫേസ് എന്ന് പറയുന്ന ഭാഗവും ഉപയോഗിക്കും. അറിയുന്ന കാര്യമാണ്, ജസ്റ്റ് പറഞ്ഞു പോകുന്നു. ക്രോസ് പീൻ ഹാമർ നമുക്കറിയാം എവിടേക്കാണ് നമ്മൾ അടിക്കുന്നത്, അതിന്റെ ലൈൻ ഓഫ് സ്ട്രൈക്ക്, അതായത് നമ്മൾ അടിക്കുന്ന ഡയറക്ഷൻ ക്രോസ് പീൻ ഹാമർ എന്ന് പറയുന്നത്. ലൈൻ ഓഫ് സ്ട്രൈക്കിംഗിന്റെ സ്പ്രെഡ് മെത്തേഡ് ഇൻ വൺ ഡയറക്ഷൻ. ഇതേ വഴി ഇങ്ങനെ പഠിച്ചു വെക്കുക.
വിച്ച് ഹാമേഴ്സ് ആർ യൂസ്ഡ് ടു സ്പ്രെഡ് മെറ്റൽ ഇൻ വൺ ഡയറക്ഷൻ ഇൻ ദ ലൈൻ ഓഫ് സ്ട്രൈറ്റ്. അടിക്കുന്ന ലൈനിന്റെ സ്ട്രൈറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഒരു ഡയറക്ഷനിൽ മാത്രം മെറ്റൽ സ്പ്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ക്രോസ് പീൻ ഹാമറും 90 ഡിഗ്രി ആയിട്ട് മെറ്റൽ സ്പ്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ അടിക്കുന്നു, അല്ലെങ്കിൽ 90 ഡിഗ്രി ആയിട്ട് മെറ്റൽ ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആവുന്നില്ല, സൗണ്ട് വിട്ടിട്ടാ കേൾക്കുന്നത്. ഹലോ, വേറെ ഓക്കെ. അപ്പൊ ക്രോസ് പീൻ ഹാമർ, ഓരോ ഹാമർ ഞാൻ പറയാം. ബോൾ പീൻ എല്ലാവർക്കും അറിയാം. ജനറൽ പർപ്പസിന് ഉപയോഗിക്കുന്ന ഹാമർ എന്ന് വെച്ചാൽ ബോൾ പീൻ പറയാം. ക്രോസ് പീൻ ആ പേര് അങ്ങനെ പഠിക്കുക. വൺ ഡയറക്ഷൻ എന്ന് ചോദിക്കുക വെച്ചാൽ അങ്ങനെ പഠിച്ചാൽ സിമ്പിൾ. വൺ ഡയറക്ഷൻ എന്ന് ചോദിക്കുക വെച്ചാൽ ക്രോസ് പീനും, റൈറ്റ് ആംഗിൾ എന്നുള്ള ഒരൊറ്റ പേര് ചോദിക്കുകയാണ്. വൺ ഡയറക്ഷൻ ആയിട്ട് റൈറ്റ് ആംഗിൾ എന്നുള്ള പേര് കാണുകയാണെങ്കിൽ എന്ത് എഴുതാം, സ്ട്രൈറ്റ് പീനും എഴുതാവുന്നതാണ്. ഉപയോഗങ്ങളും പഠിച്ചു വെക്കുക, പരീക്ഷയിൽ കണ്ട് വരാറുണ്ട്. അതേപോലെ സ്ലഡ്ജ് ഹാമർ ഹെവി ഡിമോളിഷിംഗ് വർക്ക് എന്നാ പറയാം. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മളുടെ ഹെവി ആയിട്ട് എന്തെങ്കിലും ഭയങ്കര ഭാരമേറിയ വസ്തുക്കൾ അടിച്ചു പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സ്ലഡ്ജ് ഹാമറാണ് ഉപയോഗിക്കുക. ഇതേ സെയിം സാധനം കുറച്ചുകൂടി സൈസ് കുറവാണെങ്കിൽ അതിന് എന്താ പേര് പറയാം? ഈ സെയിം സാധനം കുറച്ചുകൂടി സൈസ് കുറവാണെങ്കിൽ അതിന് എന്താ പേര് പറയാം? ലംബ് ഹാമർ, ലംബ് ഹാമർ അഥവാ ക്ലബ് ഹാമർ എന്നും പറയാറുണ്ട്. ക്ലോ ഹാമർ പിന്നെ എല്ലാവർക്കും അറിയാം, എല്ലാവരും ഒരു വട്ടെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. പുൾ ഔട്ട് നെയിൽ ഫ്രം വുഡ് ഓർ വാൾ എന്ന് പറയാം. നെയിൽ ആണി പറിച്ചെടുക്കുവാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഹാമർ ഏതാണെന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ എന്ത് പറയാവുന്നതാണ്? ക്ലോ ഹാമർ പറയാവുന്നതാണ്. അപ്പൊ ഹാമറിന്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഭാരം, ഇത് പരീക്ഷയിൽ സ്ഥിരമായി ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഹാമറുകൾ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യാന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ ഹാമറിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സ്ഥിരമായി പരീക്ഷയിൽ ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പഠിച്ചു വയ്ക്കാം. പിന്നെ അതിന്റെ കൂടെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലെ മാർക്കിങ്ങും അതേപോലെ സ്റ്റീൽ റൂളും ഒക്കെ പറഞ്ഞല്ലോ, അതിന്റെ കൂടെ തന്നെ ജസ്റ്റ് ഒന്ന് പറയേണ്ട ഒരു ഭാഗമാണ്. അഥവാ ചോദിച്ചാലും ജസ്റ്റ് പറഞ്ഞു പോകുന്നു. ആ ഭാഗത്ത് തന്നെ ITI ബുക്കുകളിലുള്ളതാണ്. സ്ട്രൈറ്റ് എഡ്ജ്. എന്താ ഈ സ്ട്രൈറ്റ് എഡ്ജിന്റെ ഉപയോഗം? ഒറ്റ വരി, അത്രേ ഉള്ളൂ, പെട്ടെന്ന് പറഞ്ഞോ. എന്താ ഈ സ്ട്രൈറ്റ് എഡ്ജിന്റെ ഉപയോഗം? എന്താണ് ഉപയോഗം? ഇപ്പൊ ചിത്രത്തിലുണ്ട് ഉപയോഗം. എന്താണ് സ്ട്രൈറ്റ് എഡ്ജിന്റെ ഉപയോഗം? ഹലോ, സൗണ്ട് ക്ലിയർ അല്ല? ഹലോ, ഓക്കെ. സ്ട്രൈറ്റ് എഡ്ജിന്റെ ഉപയോഗം എന്താ? ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണല്ലേ? ആണോ അല്ലേ? അതെ, ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രൈറ്റ് എഡ്ജ്. അപ്പൊ സാധാരണ ഇതിൽ എന്തുകൊണ്ടാണ് നിർമ്മിക്കുന്നത്? അലുമിനിയം കൊണ്ടാവും നമ്മൾ സാധാരണ ഇതിൽ കണ്ടിട്ടുണ്ടാവുക. എന്നാൽ സ്ട്രൈറ്റ് എഡ്ജിൽ നിർമ്മിക്കുന്നത് സ്റ്റീൽ കൊണ്ടോ കാസ്റ്റ് അയൺ കൊണ്ടാണ് നമ്മളുടെ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഉപയോഗിക്കുന്നത്. ഞാനൊരു റെപ്രസെന്റേഷന് വേണ്ടിയിട്ട് ഒരു ചിത്രം കാണിച്ചു എന്നേ ഉള്ളൂ. നമ്മുടെ തേപ്പ് പണിക്കാർ ഉപയോഗിക്കുന്ന, നമ്മുടെ സാധാരണ വീട്ടിലൊക്കെ തേപ്പ് പണിക്കാർ ഉപയോഗിക്കുന്ന ഒരു സ്ട്രൈറ്റ് എഡ്ജ് റെപ്രസെന്റേഷന് വേണ്ടി കാണിച്ചു എന്നേ ഉള്ളൂ. എന്നാൽ സ്ട്രൈറ്റ് എഡ്ജ് സാധാരണ ഇതിൽ നിർമ്മിക്കുന്നത് ഒന്നുകിൽ സ്റ്റീൽ കൊണ്ടോ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ കൊണ്ടാണ്. ഒന്നുകിൽ സ്റ്റീൽ കൊണ്ടോ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത്. സ്ട്രൈറ്റ് എഡ്ജ് നിർമ്മിക്കുന്നത് അപ്പോൾ ബോത്ത് A and B ആണ് ഉത്തരം വരുന്നത്. സ്ട്രൈറ്റ് എഡ്ജ് നിർമ്മിക്കുന്നത് ബോത്ത് A and B ആണ് ഉത്തരം വരുന്നത്. അതിൽ തന്നെ സ്റ്റീൽ സ്ട്രൈറ്റ് എഡ്ജുകള് 2 മീറ്റർ വരെ ലെങ്ത്തിലാണ് അവൈലബിൾ ആവുക. റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനുമാണ് ഉണ്ടാവുക. 2 മീറ്റർ ലെങ്ത്തിലുമാണ് സ്റ്റീൽ സ്ട്രൈറ്റ് എഡ്ജുകൾ അവൈലബിൾ ആവുക. ജസ്റ്റ് പഠിച്ചു വെക്കുക, അഥവാ ചോദിച്ചാലോ എന്ന് കരുതി പറയുന്നത് മാത്രം. സ്റ്റീൽ സ്ട്രൈറ്റ് എഡ്ജുകള് 2 മീറ്റർ ലെങ്ത്തിലും റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനിലുമാണ് ഉണ്ടാവുക. കാസ്റ്റ് അയൺ സ്ട്രൈറ്റ് എഡ്ജുകള് നീളം പറയുന്നുണ്ട്. എത്ര നീളമാണ് പറയുന്നത്? കാസ്റ്റ് അയൺ സ്ട്രൈറ്റ് എഡ്ജുകള് 3 മീറ്റർ വരെ നീളത്തിൽ ഉണ്ടാവുമെന്ന് പറയണം. അപ്പൊ എന്താ ഇതിന്റെ വ്യത്യാസം? സ്റ്റീൽ സ്ട്രൈറ്റ് എഡ്ജുകൾ താരതമ്യേന സൈസ് കുറവാണ്. അതായത് കമ്പാരിറ്റീവ്ലി കാസ്റ്റ് അയൺ അപേക്ഷിച്ച് സൈസ് കുറവാണ്. 2 മീറ്റർ ലെങ്ത്തിലൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മളുടെ കാസ്റ്റ് അയൺ സ്ട്രൈറ്റ് എഡ്ജുകള് 3 മീറ്റർ ലെങ്ത്തിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. കാസ്റ്റ് അയൺ സ്ട്രൈറ്റ് എഡ്ജുകള് 3 മീറ്റർ ലെങ്ത്തിൽ വരെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ഓരോ സ്ട്രൈറ്റ് എഡ്ജ് ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, അഥവാ ചോദിച്ചാലോ എന്ന് കരുതി ആ ഭാഗത്ത് സ്റ്റീലിലൊക്കെ ഭാഗത്തുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇതും ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, റെഡി? അടുത്ത നോക്കാം. റെഡി? ഹലോ, ഓക്കെ. അപ്പൊ സ്റ്റീൽ റൂള്, അതേപോലെ സ്ക്രൈബർ, പഞ്ച്, അതേപോലെ വൈസ് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലെഗ് വൈസ്, പിൻ വൈസ്, പൈപ്പ് വൈസ്, അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വൈസുകളെ കുറിച്ചൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ കുറെ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഇനി അടുത്ത ഏറ്റവും വലിയൊരു ഭാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഫയലിൽ നിന്ന് തന്നെയായിരിക്കും. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഫയലിൽ നിന്ന് തന്നെയായിരിക്കും എന്തുണ്ടാവുക? ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. നമ്മുടെ ബേസിക് ഹാൻഡ് ടൂൾസ് എന്ത് തന്നെ വന്നാലും
ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരാൾ നമ്മുടെ ഫയൽ ഒഴിവാക്കി ക്വസ്റ്റ്യൻ ഇടില്ല. ഇതാണ് അതിന്റെ സത്യാവസ്ഥ. അപ്പൊ നമുക്കറിയാം ഫയലിന്റെ കേസിൽ എന്തൊക്കെയാ പഠിക്കാനുള്ളത്. നിങ്ങൾ തന്നെ പറഞ്ഞ ഫയൽ എങ്ങനെയൊക്കെ പഠിക്കണം. നമ്മളത് വളരെ കൃത്യമായിട്ട് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മള് ഫയൽ ഇതായി ചിത്രം വെച്ചിട്ടാ പഠിക്കുക. ഈ ചിത്രം വെച്ചിട്ട് എന്താ പഠിക്കാനുള്ളത്? ഭാഗങ്ങൾ പഠിക്കണം. പിന്നെ രണ്ടാമത് നമ്മൾ എവിടേക്ക് പോകും? കട്ടൻ ആള് പറഞ്ഞു കട്ടൻ. പിന്നെ നമ്മൾ എവിടേക്ക് പോകും? ഷേപ്പ്. പിന്നെ ഒന്നും കൂടി ഗ്രേഡ്. ഇത്രയും പഠിച്ചിരിക്കണം. അത് ഈ വെൽഡിംഗ് എന്നല്ല, ടേണിംഗ് എന്നല്ല, ഫിറ്റിംഗ് എന്നല്ല, ട്രീറ്റ്മെന്റ് എന്നല്ല, ITI നിലവാരമുള്ള പരീക്ഷ അല്ലെങ്കിൽ മെക്കാനിക്കൽ ആയിട്ടുള്ള പരീക്ഷകൾ എഴുതുന്നുണ്ടോ ഉറപ്പായിട്ടും ഫയലിൽ ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. പിന്നെ ഫിറ്ററൊക്കെ ആകുമ്പോൾ അതിലെ സ്പെഷ്യൽ ടൈപ്പ് ഫയലുകളെ കുറിച്ചും കാര്യങ്ങളെ കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അത് ഒഴിവാക്കാം, പിന്നീട് നോക്കാം. ഇപ്പൊ ഇത്രയെങ്കിലും ബേസിക് ആയിട്ട് ഫയലിന്റെ ഭാഗങ്ങള്, ഫയലിന്റെ കട്ട്, ഷേപ്പ്, ഗ്രേഡ്, ഈ 4 കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണിത്. എന്താ? ഫയലിന്റെ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ക്വസ്റ്റ്യൻ. വേഗം പറഞ്ഞ ഉത്തരം. ടാങ്ക് അല്ലേ സാറേ? ഈ ഹാൻഡിലിനകത്തേക്ക് കയറിയിരിക്കുന്ന ഈ ഒരു ഭാഗം എന്താ? ടാങ്ക്. സംശയമേ ടാങ്ക് അല്ലെ? ടാങ്കിന്റെ നേരെ ഓപ്പോസിറ്റ് എന്തിനു പറയുന്ന പേര്? ടിപ്പ്. ഈ ടാങ്കിനെയും ഫയലിന്റെ ബോഡിയെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഭാഗത്തിന് പറയുന്ന പേര് ഷോൾഡർ. അപ്പൊ അതും കിട്ടി. അപ്പൊ ഫെറൂൾ എന്തിനാ? ഹാൻഡിൽ പ്രൊട്ടക്ഷൻ. യെസ്, ഹാൻഡിലിന് പ്രൊട്ടക്ഷൻ. ഹാൻഡിലിന് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഹാൻഡിൽ കൊണ്ട് നമ്മളെ കൈ മുറിയുന്നതിനല്ല. നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. നമ്മുടെ ഈ ഹാൻഡിൽ വേറെയും ഫയൽ വേറെയാണ് വാങ്ങിക്കാൻ കിട്ടുക. പിന്നീട് നമ്മൾ ഈ ഹാൻഡില് ഈ ഫയലിന്റെ മുകളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, പ്രസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കയറ്റുകയാണ് ചെയ്യുക. ആ സാഹചര്യത്തില് ഫയലിന് പല സാഹചര്യത്തിലും ഫയൽ എന്ത് ചെയ്യാൻ സാധ്യത? ഈ ഹാൻഡിൽ നിന്നും ഊരിപ്പോരാനുള്ള സാധ്യത, ഈ ഹാൻഡിലിൽ നിന്നും ഫയൽ ഊരിപ്പോരാനുള്ള സാധ്യത, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അവിടെ ഒരു ടൈറ്റ് ആയിട്ട് ആ ഹാൻഡിലിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊട്ടക്റ്റീവ് മെറ്റൽ റിംഗ് ആയിട്ടുള്ള ഫെറൂൾ ഉപയോഗിക്കുന്നത്. സാധാരണ രീതിയിൽ അതൊക്കെ എന്താണ്? നമ്മുടെ ഈ ഇതുമായി ബന്ധപ്പെട്ട ബ്രാസ് പോലുള്ള മെറ്റലുകളാണ് അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. വേഗം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. എത്രയേ ഉള്ളൂ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ? വേഗം പറഞ്ഞ. എന്റെ ഓപ്പോസിറ്റ് ടു ടാങ്ക് ഇസ് കാൾഡ് ടിപ്പ് ഓഫ് ഫയൽ. ഇത് ശരിയല്ലേ? ആണോ അല്ലേ? വേഗം പറ. ശരിയാ. അപ്പോ സ്റ്റേറ്റ്മെന്റ് എയും ഉത്തരം വരില്ല. ഉത്തരം വരില്ല ഉറപ്പല്ലേ? ഉറപ്പ്. അപ്പൊ അത് ബാക്കി 3 നോക്കി. ദ ബ്രോഡ് പാർട്ട് ഓഫ് ഫയൽ വിത്ത് ടീത്ത് കട്ട് ഓൺ ഇറ്റ് സർഫസ് ഇസ് കാൾഡ് എഡ്ജ് ഓഫ് ഫയൽ. ഫയലിൽ ബ്രോഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗം, കൂടുതൽ ടീത്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള വലിയ ഭാഗം, അതിന് നമ്മൾ എഡ്ജ് എന്നാണോ പറയാ, ഫേസ് എന്നാണോ പറയാ? ഫേസ്. അപ്പൊ 2, 3 ഒന്ന് ശരിക്കൊന്ന് വായിച്ചു നോക്കിയാൽ ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞേ. അല്ലെങ്കിൽ 2, 3 ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറഞ്ഞേ. അതോ 2 ശരിയാണ് 2 തെറ്റാണോ എന്ന് പറഞ്ഞേ. 2, 3 തെറ്റാണ്. 2, 3 തെറ്റാണ്. അപ്പൊ ഉത്തരം എന്താ തന്നെ? ഇത്രേ ഉള്ളൂ. അതിനാണ് നമ്മൾ സമയം കളഞ്ഞത് കേട്ടോ. ഇത്രേ ഉള്ളൂ സംഭവം. നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. പിന്നെ വെറുതെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നു മാത്രം. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. ഓക്കെ, ഉത്തരം എഡ്ജ്. സംശയമില്ല. സിംഗിൾ റോ പാരലൽ ടീത്ത് എന്നാ പറയുക. ഇവിടെ ഇങ്ങനെ സിംഗിൾ റോ മാത്രമേ ഉണ്ടാവുള്ളൂ. ഫേസിൽ നമ്മൾ ചിലപ്പോൾ 2 റോ ഒക്കെ കൊടുക്കാറുണ്ട്, അത് വേറെ വിഷയം. ഇതിവിടെ നോക്കി, ഇവിടെ സിംഗിൾ റോ മാത്രമേ ഉണ്ടാവുള്ളൂ. എപ്പോഴും ഫയൽ എടുത്ത് നോക്കിക്കോളൂ, എഡ്ജിൽ സിംഗിൾ റോ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ എഡ്ജ് ആണ് ഉത്തരം വരുന്നത്. തിൻ പാർട്ട് ഓഫ് ഫയൽ വിത്ത് സിംഗിൾ റോ ഓഫ് പാരലൽ ടീത്ത് ഈസ് കാൾഡ് എഡ്ജ് ഓഫ് ഫയൽ. എഡ്ജ് ആണ് ഉത്തരം വരുന്നത്. അപ്പൊ ഫയലിലെ ഭാഗങ്ങൾ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ പരീക്ഷകളിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും പാർട്സ് ഓഫ് ഫയൽ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് കണ്ടുവരാറുണ്ട്. ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, പറയുന്നില്ല. ഫെറൂൾ ആണ് ഉത്തരം വരുന്നത്. പ്രൊട്ടക്റ്റീവ് മെറ്റൽ റിംഗ്. ഈ പ്രൊട്ടക്റ്റീവ് മെറ്റൽ റിംഗ് എന്താണ്? ഫെറൂൾ ആണ് ഉത്തരം വരുന്നത്. ഓക്കെ, ഫയലുകൾ നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഹൈ കാർബൺ സ്റ്റീൽ അല്ലെ? ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടോ അല്ലെങ്കിൽ ഹൈ ഗ്രേഡ് കാസ്റ്റ് സ്റ്റീൽ എന്നും പറയുന്നുണ്ട്. രണ്ടും പറയുന്നുണ്ട്. ബോത്ത് ആൻഡ് ബി എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഫയലുകൾ നിർമ്മിച്ചിരിക്കുന്ന ഒന്നുകിൽ ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടോ അല്ലെങ്കിൽ ഹൈ ഗ്രേഡ് കാസ്റ്റ് സ്റ്റീൽ കൊണ്ടോ ആണ്. അപ്പൊ ഫയൽസ് ആർ മെയ്ഡ് അപ്പോ ഒന്നുകിൽ ഹൈ കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ ഹൈ ഗ്രേഡ് കാസ്റ്റ് സ്റ്റീൽ. അപ്പൊ ഇതിൽ ഉത്തരം എന്താ? ഹൈ കാർബൺ സ്റ്റീൽ ഉള്ള ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. പിന്നെ ഭാഗങ്ങളെ കുറിച്ച് ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അത്ര നമ്മളോട് ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. ടാങ്ക്, ടിപ്പ്, ഹാൻഡിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഓൾറെഡി റിപ്പീറ്റ് ചെയ്യുന്നില്ല. പറഞ്ഞ ഉത്തരം എന്താണ്? ഉത്തരം ഷോൾഡർ.
ഷോൾഡർ, സംശയമില്ല അല്ലെ? ഷോൾഡർ ആണ് ഉത്തരം. ഓപ്ഷൻ ബി ഷോൾഡർ ആണ് ഉത്തരം വരുന്നത്. കർവ്ഡ് പാർട്ട് ഓഫ് ഫയൽ സെപ്പറേറ്റിംഗ് ടാങ്ക് ഫ്രം ദ ബോഡി. ഈ ടാങ്ക് ഈ ബോഡിയുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു ഭാഗം, ഈ കർവ്ഡ് ആയിട്ടുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷോൾഡർ എന്ന് പറയുന്നത്. ഫെറൂൾ പ്രൊട്ടക്റ്റീവ് മെറ്റീരിയൽ ആണെങ്കിൽ ഷോൾഡർ എന്ന് പറഞ്ഞാൽ കർവ്ഡ് പാർട്ട് ഓഫ് ഫയൽ എന്നുള്ളത് പഠിച്ചു വയ്ക്കാം. ഫേസും ഹീലും നമുക്കറിയാം. ഹീൽ എന്താ? ഇതാണ് ഹീല്. ഹീലിന്റെ പ്രത്യേകത എന്താ? വിത്തൗട്ട് ടീത്ത്. ഫയലിൽ ടീത്തുകൾ ഇല്ലാത്ത ഭാഗം. ഫയലിൽ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും എന്തുണ്ടാവും? ടാങ്കിലും ഹീലിലും മാത്രമേ എന്തില്ലാത്തുള്ളൂ? ടീത്തുകൾ ഇല്ലാത്തതുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഭാഗത്തും എന്തുണ്ടാവും? ടീത്തുകൾ ഉണ്ടാവും. അപ്പൊ ഫയലിൽ ടീത്തുകൾ ഇല്ലാത്ത ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഹീലാണ് ഉത്തരം വരുന്നത്. എഡ്ജുവിന് ഓൾറെഡി ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സിംഗിൾ റോ ഓഫ് പാരലൽ ടീത്ത്. സിംഗിൾ റോ ഓഫ് പാരലൽ ടീത്ത് ഉള്ള ഭാഗത്തിനെയാണ് നമ്മൾ എഡ്ജ് ഓഫ് ഫയൽ എന്ന് പറയുന്നത്. ഉത്തരം പറഞ്ഞേ. ഏതാ? ഓൾ ഓഫ് ദീസ്. ഓൾ ഓഫ് ദീസ്. അതിലൊന്നും കൂടി വേണം ശരിക്കും. എന്താ? ലെങ്ത് വേണം, കട്ട് വേണം, ഗ്രേഡ് വേണം, ഒന്നും കൂടി വേണ്ടേ? ടീത്ത് ആണോ സാറേ? ടീത്താണോ? ഷേപ്പാണോ? ഷേപ്പ് വേണം. ഷേപ്പ് ക്രോസ് സെക്ഷൻ വേണ്ടേ? ഇപ്പൊ ഞാൻ പറയാണ്, എനിക്കൊരു എന്താ പറയാ സിംഗിൾ റോ ഓഫ് ടീത്ത് ഉള്ള അല്ലെങ്കിൽ എന്താ പറയാ ഒരു സിംഗിൾ കട്ട് ഫയൽ വേണമെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ഫയലും ഉണ്ട്, കർവ്ഡ് കട്ട് ഫയലും ഉണ്ട്, റൗണ്ട് ഫയൽ ഉണ്ട്, അങ്ങനെ കുറെ ഫയലുണ്ടല്ലോ. ഏതുകൊടുത്തിരുന്നേ? ഫയൽസ് ആർ സ്പെസിഫൈഡ് ലെങ്ത് വേണം, കട്ട് വേണം, ഗ്രേഡ് വേണം, ക്രോസ് സെക്ഷൻ അഥവാ ഷേപ്പും വേണം. ഓക്കെ, അതാണെന്ന് വായിച്ചേ. ചെല്ലുസിനെ തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ശരിയാണ്. അപ്പൊ ഓപ്ഷൻ എ വെട്ടാം. രണ്ടാമത് ശരിയാണ്. 60 ഡിഗ്രി. രണ്ടാമത്തത് ശരിയാണ്. അപ്പൊ ഇതും വെട്ടാം. അപ്പൊ നമ്മളെ കോടീശ്വരനായി. കോടീശ്വരൻ കളി 50-50. സ്റ്റേറ്റ്മെന്റ് 3 ആണോ 4 ആണോ മാത്രം പറഞ്ഞു. മൂന്നാമത്തെ തെറ്റാണ് സാറേ. മൂന്നാമത്തെ തെറ്റാണെന്ന് പറയുന്നുണ്ട്. നാലാമത്തെ അപ്പൊ ശരിയാവും അല്ലെ? നാലാമത്തെ ശരിയാവും. അങ്ങനെ ഒരു ഓപ്ഷൻ. അപ്പൊ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം എന്ന് പറയുന്നത്. നോക്കാം. സിംഗിൾ കട്ട് ഫയൽ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? അലുമിനിയം, ബ്രോൺസ്, കോപ്പർ ഒക്കെ. അലുമിനിയം, ബ്രോൺസും കോപ്പറും ബ്രാസും പോലുള്ള സോഫ്റ്റ് മെറ്റൽസിന് വേണ്ടിയിട്ടാണ് സിംഗിൾ കട്ട് ഫയൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതെന്താ? തെറ്റാണ്. ഇത് തെറ്റാണ്. ഓപ്ഷൻ സി അപ്പോൾ ശരിയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്ത് എന്റെ ഒരു യുക്തിയാണ്. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്ന് ആദ്യം ചെയ്യേണ്ടത് ഇതുമല്ല ആ രണ്ടെണ്ണം കൂടെ ഒഴിവാക്കാം. ബാക്കി അപ്പൊ പിന്നെ ബാക്കി വായിച്ചാൽ മതിയല്ലോ. അപ്പൊ ഇതിൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാം. 3ഉം 4ഉം മാത്രമായിട്ട് നമുക്ക് ശ്രദ്ധ പോവുകയും പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാനും പറ്റും. അപ്പൊ ഇതിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ഉത്തരം നോട്ട് ട്രൂ അബൌട്ട് എന്നായതുകൊണ്ട് ഓപ്ഷൻ സി ആണ് അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സിംഗിൾ കട്ട് ഫയൽ നമുക്കറിയാം 60 ഡിഗ്രി ചെരിവിലായിട്ടായിരിക്കും ടീത്തുകൾ കൊടുത്തിട്ടുണ്ടാവുക. സിംഗിൾ കട്ട് ഫയലില് സോഫ്റ്റ് മെറ്റൽസ് ബ്രാസും അലുമിനിയവും ബ്രോൺസും കോപ്പറും പോലുള്ള സോഫ്റ്റ് മെറ്റൽസിന് വേണ്ടിയാണ് സിംഗിൾ കട്ട് ഫയലുകൾ ഉപയോഗിക്കുന്നതെന്നും ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. വേഗം പറഞ്ഞേ. വായിച്ചോളൂ സംശയം വേണ്ട, വായിച്ചോ. ഫസ്റ്റ് റോ ഓഫ് ടീത്ത് ഓവർ കട്ട്. ഫസ്റ്റ് ഓഫ് ടീത്ത് ഏതാണ്? അപ്പോൾ ഫസ്റ്റ് ഓഫ് ടീത്തിന് ഓവർ കട്ട് ആണ് ഉത്തരം വരുന്നത്. ക്വസ്റ്റ്യൻ നേരെ മാറ്റി ചോദിക്കും. എന്താ? സെക്കൻഡ് റോ ഓഫ് ടീത്ത് ഇസ് കാൾഡ് അപ്പ് കട്ട്. അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ താഴെ പറയുന്നവയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഡബിൾ കട്ട് ഫയലില് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഫസ്റ്റ് റോ ഓഫ് ടീത്ത് ഈസ് നോൺ ആസ് അപ്പ് കട്ട്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ് റോ ഓഫ് ടീത്ത് ഈസ് നോൺ ആസ് ഓവർ കട്ട്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിന്റെ ഉത്തരം ഏതാണ്? ഇതിന്റെ ഉത്തരം ഏതാ? ഓവർ കട്ട്. ഓക്കെ, ഓവർ കട്ട് ആണ് വരുന്നത് കേട്ടോ. ഓവർ കട്ട് ആണ് വരുന്നത്. ഓവർ കട്ടിന്റെ ആംഗിൾ എത്രയാ പറഞ്ഞിട്ടുള്ളത്? 70 ഡിഗ്രി ആണ് പറഞ്ഞിട്ടുള്ളത്. ചെരിവ് ഓവർ കട്ടിന്റെ ആംഗിൾ 70 ഡിഗ്രി. അതിന് മുകളിലായിട്ട് കൊടുക്കുന്ന അപ്പ് കട്ടിന്റെ ആംഗിൾ എത്രയാണ്? 51 ഡിഗ്രിയുമാണ് വരുന്നത്. നിങ്ങൾ കഴിഞ്ഞിരിക്കുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ, അതായത് കുറച്ച് തവണകളായിട്ട് പണ്ടൊക്കെ നടന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷകൾ നോക്കുകയാണെങ്കിലും ട്രേഡ്സ്മാൻ പരീക്ഷകൾ നോക്കുകയാണെങ്കിലും അവിടെ ഏറ്റവും കൂടുതൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഈ അപ്പ് കട്ടിന്റെ ഓവർ കട്ടിന്റെ ആംഗിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓവർ കട്ടാണ് ഫസ്റ്റ് റോ ഓഫ് കട്ട്. സെക്കൻഡ് റോ ഓഫ് കട്ടിന് അപ്പ് കട്ട് എന്നാണ് പറയാ. ഓവർ കട്ടിന്റെ ആംഗിൾ 70 ഡിഗ്രിയും അപ്പ് കട്ടിന്റെ ആംഗിൾ എത്രയാണ്? 51 ഡിഗ്രിയുമാണ് വരുന്നത്. കാണാതെ പഠിച്ചു വെക്കാം. ഫസ്റ്റ് റോ ഓവർ കട്ട് 70, സെക്കൻഡ് റോ അപ്പ് കട്ട് 51. അപ്പൊ ഫസ്റ്റ് റോയ്ക്കാവും കൂടുതൽ വാല്യൂ ഉണ്ട്. അങ്ങനെ പഠിച്ചേ. ഫസ്റ്റ് റോ
കൂടുതൽ 70 ഡിഗ്രി, കൂടുതൽ ചെരിവ് 70 ഡിഗ്രി, സെക്കൻഡ് റോ കുറച്ച് കുറവാണ് അപ്പൊ 51. അങ്ങനെയായിരിക്കും ഓപ്ഷൻസും വരാം, ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയൊക്കെ വരും 70, 71, 50, 51 ഒക്കെ വരും. അപ്കട്ടിന്റെ ആംഗിള് 51. ഓക്കെ, അപ്കട്ടിന്റെ ആംഗിള് 51. ഓക്കെ, ഓപ്ഷൻ ഡി ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെല്ലാവർക്കും അറിയാം. പെട്ടെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഉത്തരം വരണതൊക്കെ. കർവ്ഡ് കട്ട് ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ തന്നെ ഉണ്ട്. ഹാഫ് റൗണ്ട് അല്ല, ഇങ്ങനെ കർവ്ഡ് ആയിട്ടുള്ള കട്ടുള്ള ഒരു ഫയലുണ്ട്. അതിനെ കർവ്ഡ് കട്ട് ഫയൽ എന്ന് തന്നെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. കർവ്ഡ് കട്ട് ഫയൽ എന്താ വരിക? കർവ്ഡ് കട്ട് ഫയൽ. അലുമിനിയവും ടിന്നും കോപ്പറും പ്ലാസ്റ്റിക്കും ഒക്കെ പോലെയുള്ള സോഫ്റ്റ് മെറ്റൽസ് ഒക്കെ ഫയൽ ചെയ്യാൻ ഡീപ്പർ ആയിട്ടുള്ള ഇത്തരം ഫയലുകൾ ഉപയോഗിച്ചാൽ കുറച്ചുകൂടി ആഴമേറിയ ഡീപ്പർ ആയിട്ടുള്ള കട്ടിങ് ആക്ഷൻ കിട്ടും. കുറച്ചുകൂടി ആഴമേറിയിട്ടുള്ള ഡീപ്പർ ആയിട്ടുള്ള കട്ടിങ് ആക്ഷൻ കിട്ടും. അത്തരം ഫയലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കർവ്ഡ് കട്ട് ഫയൽ എന്ന് പറയുന്നത്. ഓക്കെ, കർവ്ഡ് കട്ട് ഫയൽ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണോ സാർ? ഓപ്ഷൻ ഡി. എ ആൻഡ് ബി പറയുന്നുണ്ട്. ടൈപ്പ് ഓഫ് ടീത്തോ സ്പേസിംഗ് ബിറ്റ്വീൻ ടീത്തോ ഉണ്ട്. വേറെ ഓർക്കെങ്കിലും പറഞ്ഞേ, വായിച്ചു നോക്കിയാ. രണ്ടാമത്തെ പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി. നിങ്ങൾ എല്ലാവരും ഫയൽ കണ്ടിട്ടുണ്ട് അല്ലെ? അവിടെ നോക്കിയാ ഇപ്പൊ നമ്മളൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഫയലാണ് എന്നുണ്ടെങ്കിൽ ടീത്തുകൾക്കിടയിലുള്ള ഗ്യാപ്പ് പല ഫയലിലും വ്യത്യാസം ഉണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊക്കെ ആദ്യം പോയിട്ട് എന്ത് ചെയ്യും? എനിക്ക് പെട്ടെന്ന് പണി തീരാൻ ഏത് ഫയലാണ് നല്ലത്? ഗ്യാപ്പ് കൂടുതലുള്ള ഫയലാണോ ഗ്യാപ്പ് കുറഞ്ഞിട്ടുള്ള ഫയലാണോ നല്ലത്? പെട്ടെന്ന് പണി തീരുന്നല്ലോ. നമ്മളെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ ഡിപ്ലോമ ബിടെക്കിനൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, പെട്ടെന്ന് വർക്ക് ചെയ്യുന്നല്ലോ. അപ്പൊ എന്താ ചെയ്യാ? ഹലോ 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 ഹലോ, കേൾക്കുന്നില്ല? ഒന്ന് പറയാൻ കേട്ടോ. ഞാൻ എന്താ വെച്ചാൽ എനിക്ക് ഈ നെറ്റിന്റെ ട്രബിളേ, കാര്യം നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ടോ. ഓക്കെ, അപ്പോ നമ്മുടെ ഈ ടീത്തുകൾക്കിടയിലുള്ള ഗ്യാപ്പ് വെച്ചിട്ടാണ് എപ്പോഴും നമ്മള് ഫയലുകൾ എന്ത് ചെയ്യുന്നത്? ഗ്രേഡ് നിർണ്ണയിക്കുന്നത്. നിങ്ങളോടാണ് ചോദ്യം. അതായത് വളരെ അടുത്തടുത്ത് ടീത്തുകളുള്ള ഒരു ഫയലാണോ, വളരെ അകലത്തിൽ ടീത്തുകളുള്ള ഫയൽ ചെയ്യുമ്പോഴാണോ പെട്ടെന്ന് മെറ്റൽ റിമൂവ് ആവുക? ഒന്ന് ആലോചിച്ച് നോക്കി. സിമ്പിൾ കോമൺ സെൻസ്, സിമ്പിൾ യുക്തി. ഒന്ന് ആലോചിച്ചേ. അടുത്തടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? അകലല്ലേ സാറേ? അകലെയുള്ളല്ലേ കൂടുതൽ അകല വേണ്ട, ഗ്യാപ്പ് വേണം. ടീത്തുകൾ തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് റഫ് ഫയലാണ്. ടീത്തുകൾ തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് എന്താണ്? റഫ് ഫയലാണ്. വളരെ അടുത്തടുത്താണ് ടീത്തുകൾ എന്നുണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മെറ്റൽ റിമൂവ് ആവും. അപ്പോൾ ഗ്രേഡ് നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്? സംശയമില്ലല്ലോ? അതുവരെ ഓക്കെ ആണോ? ബാക്കി നമുക്ക് ഓരോ ഫയലും നോക്കാം. ഇതുവരെ ഓക്കെ ആണോ? സ്പേസിംഗ് ബിറ്റ്വീൻ ടീത്ത് വെച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നോക്കാം. ഇതിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ പറയണം. നിങ്ങൾ പറഞ്ഞേ ഞാൻ പോകുള്ളൂ. പറഞ്ഞ ഫസ്റ്റ് കട്ട് ഇല്ലല്ലോ സാറേ? ഫസ്റ്റ് കട്ട് ഇല്ല, റഫ് ഉണ്ട്, ബസ്റ്റാർഡ് ഉണ്ട്, സെക്കൻഡ് കട്ട് ഉണ്ട്, സ്മൂത്ത് ഉണ്ട്, ഡെഡ് സ്മൂത്ത് ഉണ്ട്. ഡെഡ് സ്മൂത്ത് ആട്ടോ. ഡെഡ് സ്മൂത്ത് ഉണ്ട്. പക്ഷെ ഫസ്റ്റ് കട്ട് ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രേഡോ അല്ലെങ്കിൽ ഫയലോ അല്ല. സിംഗിൾ കട്ട് ഉണ്ട്, പക്ഷെ അത് കട്ടാണ്. സിംഗിൾ കട്ട് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലേക്ക് മാത്രം ടീത്തുകൾ കൊടുത്തു എന്ന് അർത്ഥമാക്കില്ല. അല്ല, ഫസ്റ്റ് കട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ ഗ്രേഡിലോ ഷേപ്പിലോ ഒന്നുമില്ല. അപ്പൊ സ്മൂത്ത്, സെക്കൻഡ് കട്ട്, ഡെഡ് സ്മൂത്ത് കൊണ്ട് ഫസ്റ്റ് കട്ട് ഇല്ല. അപ്പൊ ഉത്തരം ഓപ്ഷൻ ബി, ഫസ്റ്റ് കട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രേഡ് ഇല്ല എന്നും മനസ്സിലാക്കി വെക്കാം. ഇനി ഏതൊക്കെ ഗ്രേഡാണ് ഉള്ളത്? റഫ് ഫയൽ ഗ്രേഡ് ഉണ്ട്, അതേപോലെ ബസ്റ്റാർഡ് ഉണ്ട്, സെക്കൻഡ് കട്ട് ഉണ്ട്, സ്മൂത്ത് ഉണ്ട്, ഡെഡ് സ്മൂത്ത് ഉണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ പറയണം. നേരത്തെ ഞാൻ ചോദിച്ച് മനസ്സിലാവാത്തവര് തന്നെ പറയണം. റഫ് ഫയൽ ഒരുപാട് മെറ്റൽ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പൊ ഇനി ബസ്റ്റാർഡ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? സെക്കൻഡ് കട്ട് എന്തിനു ഉണ്ടായിരിക്കും? സ്മൂത്ത്, ഡെഡ് സ്മൂത്ത്. അപ്പൊ അതിന് വളരെ കൃത്യമായിട്ട് എല്ലാത്തിനും ഉത്തരവുണ്ട്. ഡെഡ് സ്മൂത്ത് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ നമുക്ക് തുടങ്ങാം. ഡെഡ് സ്മൂത്ത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഏറ്റവും വലിയ അളവിൽ മെറ്റൽ റിമൂവ് ചെയ്യാനാണോ? കുറെ അളവ് മെറ്റൽ റിമൂവ് ചെയ്യാനോ? ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? കറക്റ്റ് സൈസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ആലോചിച്ച് നോക്കിയാൽ. കറക്റ്റ് സൈസ്. യെസ്, ആക്യുറേറ്റ് സൈസ് എന്ന് ചോദിക്കുകയാണ്. എനിക്കൊരു മെറ്റലിനെ ഫയൽ ചെയ്തിട്ട് ആക്യുറേറ്റ് സൈസ് എന്ന് ചോദിക്കാൻ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഡെഡ് സ്മൂത്ത് ഫയൽ. അതിനു മുമ്പ് ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഫിറ്റിംഗ് വർക്ക്ഷോപ്പിൽ കയറാത്തവരോടെ ഉണ്ടാവില്ല. പോളി എഞ്ചിനീയറിംഗ് കോളേജ് ആയിട്ട് എന്തോ ആയിക്കോട്ടെ, ഫിറ്റിംഗുമായി ബന്ധപ്പെട്ട വർക്ക് ചെയ്യാത്തവരോടെ ഉണ്ടാവില്ല. ഒരു MS ഫ്ലാറ്റിന്റെ മെറ്റൽ പീസ് നിങ്ങൾക്ക് തന്നു. ഞാനൊക്കെ ചെയ്തിട്ടുള്ള എന്താ വെച്ചാൽ തുടക്കം മുതൽക്ക് അവസാനം വരെ ഒരേ ഫയൽ ഉപയോഗിച്ച് ഫയൽ ചെയ്തുകൊണ്ടേയിരിക്കും.
അങ്ങനെയല്ലേ നിങ്ങളും ചെയ്തിട്ടുള്ളത്? സാധാരണ അങ്ങനെയാണ് എല്ലാവരും ചെയ്യാം, ആണോ അല്ലയോ? അതെ സാർ, ഒരു അതെ, മാറ്റമില്ല. ഒരു മാറ്റമല്ല. പക്ഷെ അതാണ് നമ്മളൊക്കെ പ്രശ്നം. അപ്പൊ അത് ടെക്നിക്കലി തെറ്റാണ്. ശരിക്കും പറയുക എങ്ങനെയാ ചെയ്യാൻ, അതിന്റെ കറക്റ്റ് ടെക്നിക്കൽ വശം പറയാം. ശരിക്കും ചെയ്യാച്ചു കഴിഞ്ഞാൽ എനിക്കൊരു 12 mm പീസ് എത്രയാക്കണം? 10 mm ആക്കി എടുക്കണം. അതൊക്കെയാണല്ലോ ഫിറ്റിങ്ങിന്റെ വർക്ക് ഉണ്ടാവുക. 12 mm നമ്മളൊരു വർക്ക് പീസിനെ മുറിച്ചെടുക്കും, എന്നിട്ട് അതിനെ 10 ആക്കി എടുക്കണം. ഞാൻ 12 മുറിച്ച് കിട്ടിയാൽ ആദ്യം കുറച്ച് നേരം റഫ് ഫയൽ ഉപയോഗിച്ച് ഫയൽ ചെയ്യും. ഒരു 10 മിനിറ്റ് റഫ് ഫയൽ ഉപയോഗിച്ച് ഫയൽ ചെയ്യും. അപ്പോൾ 12 എന്നുള്ളത് ഒരു 11.50 അല്ലെങ്കിൽ 11.40 ഒക്കെ ആയിട്ടുണ്ടാവും. ക്ലിയർ? റെഡി? റെഡി സാർ. പിന്നെ ഓക്കെ. റഫ് ഫയൽ ഉപയോഗിക്കില്ല, മാറ്റി വെച്ചു. പിന്നെ കുറച്ചു നേരം ബസ്റ്റാർഡൊക്കെ ഉപയോഗിച്ച് ഒരു 11.20 വരെയൊക്കെ ആക്കും. ബസ്റ്റാർഡ് മാറ്റി വെച്ചു. പിന്നെ സെക്കൻഡ് കട്ട് ഉപയോഗിക്കും. സെക്കൻഡ് കട്ട് ഉപയോഗിച്ച് കുറച്ച് കൂടുതൽ സമയം ചെയ്യും. 11.20 നിന്നൊരു 10.20 ഒക്കെ ആക്കുന്നവരെ, അല്ലെങ്കിൽ 10.15 ഒക്കെ ആക്കുന്നവരെ സെക്കൻഡ് കട്ട് ഉപയോഗിച്ച് ഫയൽ ചെയ്യും, കൂടുതൽ സമയം. എന്നിട്ടൊരു 10.15 ആയി, നമുക്ക് 10 ആവണം. അപ്പൊ ഒരു 0.15 കുറയാനുള്ളൂ. അപ്പൊ ഞാൻ സ്മൂത്ത് ഫയൽ ഉപയോഗിക്കും. സ്മൂത്ത് ഫയൽ ഉപയോഗിച്ച് വളരെ കൃത്യമായി ചെയ്തിട്ടൊരു 10.5 വരെ, 10.05 വരെ ആക്കി വെക്കും. ബാക്കി ഒരു 0.5 അല്ലേ കുറയാനുള്ളൂ. അപ്പൊ ആക്യുറേറ്റ് സൈസ് ആക്കി എടുക്കാം. പിന്നെ ഞാൻ സ്മൂത്തോ റഫോ ബെസ്റ്റാർഡോ സെക്കൻഡ് കട്ടോ ഉപയോഗിച്ചാൽ പിന്നെ അത് 10 എന്നുള്ളത് 9.8 ആവും. അവിടെ ഞാൻ എന്ത് ഉപയോഗിക്കണം? ഡെഡ് സ്മൂത്ത് ഫയൽ ഉപയോഗിച്ച് ആക്യുറേറ്റ് സൈസ് ആക്കി എടുക്കണം. അതാണ് അതിന്റെ ടെക്നിക്കൽ വശം. ഇത് ഇതേപോലെ കോളേജിൽ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ സിലബസ് തീരലുണ്ടാവില്ല. ഞാനും പഠിപ്പിച്ചു, അതുകൊണ്ടാണ് പറയുന്നത്. സിലബസ് തീരലുണ്ടാവില്ല, കാര്യം കഴിയില്ല. അപ്പൊ എല്ലാവരും അവിടെ മാക്സിമം സ്പീഡിൽ വർക്ക് ചെയ്യാന്നുള്ളതുകൊണ്ട് റഫ് ഫയൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. അപ്പൊ ഇതിൽ ഓരോന്നിന്റെ ഉപയോഗം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ, റഫ് ഫയൽ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഒന്ന് പറഞ്ഞേ. ഇത് മാത്രം വായിച്ചാൽ ആ വരി അതേപോലെ. ലാർജ് ക്വാണ്ടിറ്റി. യെസ്, ആ വരി ആള് പറഞ്ഞ ആ വരി അതേപോലെ പഠിക്കണം. റാപ്പിഡ്ലി ലാർജ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ വരിയിൽ വളരെ കൃത്യമായിട്ടുണ്ട്. പെട്ടെന്ന് കുറെ അളവ്, അതല്ലേ അർത്ഥം മലയാളം? പെട്ടെന്ന് കുറെ അളവ്, റാപ്പിഡ്ലി ലാർജർ ക്വാണ്ടിറ്റി. പെട്ടെന്ന് കുറെ അളവ് മെറ്റൽ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുക ഏതാ? റഫേൽ. നമ്മൾ ഈ കാസ്റ്റിംഗ് എന്തെങ്കിലും ഒന്ന് ഉരുക്കി വെച്ചിട്ട് ഒരു കാസ്റ്റിംഗ് ഉണ്ടാക്കി. ഈ കാസ്റ്റിംഗ് നമ്മൾ മണലിൽ നിന്ന് എടുത്തു. മണലിൽ അച്ചുണ്ടാക്കിയിട്ടൊക്കെയുള്ള കാസ്റ്റിംഗ് ഉണ്ടാക്കാം. സിമ്പിൾ കാസ്റ്റിംഗ് നമ്മളൊരു അച്ഛനൊരു സാധനം എടുത്താൽ ആ കാസ്റ്റിങ്ങിന്റെ പുറത്തൊക്കെ മെറ്റൽ പല സ്ഥലത്തേക്ക് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടാവില്ലേ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെ പറയാ, നമ്മൾ ഫുഡ് കഴിക്കുന്നത് ബജ്ജി അല്ലെങ്കിൽ ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ കുറെ തള്ളി നിൽക്കില്ലേ? അതേപോലെ തള്ളി നിൽക്കുന്ന പോലെ ഉണ്ടാവും അല്ലെ? അപ്പൊ അതിനൊക്കെ ഒന്ന് ട്രിം ചെയ്യണം. എല്ലാ ഭാഗത്തും ചെത്തി കളഞ്ഞിട്ട് ഒന്ന് ട്രിം ചെയ്തെടുക്കാം. അപ്പൊ ആ ട്രിം ചെയ്തെടുക്കുക. റഫ് എഡ്ജസ്, കാസ്റ്റിങ്ങിന്റെ ഒക്കെ റഫ് ആയിട്ടുള്ള എഡ്ജ് ഒന്ന് കട്ട് ചെയ്ത് ട്രിം ചെയ്തെടുക്കാൻ ഏത് ഫയലാണ് നല്ലത്? റഫായലാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ ബെസ്റ്റാർഡ് ഫയൽ എന്താ? കൂടുതൽ മെറ്റൽ റിമൂവ് ചെയ്യാൻ. ഹെവി റിഡക്ഷൻ, സമയം പറയുന്നില്ല. റാപ്പിഡ്ലി ലാർജ് ക്വാണ്ടിറ്റി റഫ്. ഹെവി റിഡക്ഷൻ എന്ന് മാത്രമേ ഉള്ളൂ, സമയം വിഷയമല്ല. കുറേ മെറ്റൽ കളയാണ്ട്. അപ്പൊ ഈ റഫിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ഏതാണെന്നാണ് പറയുന്നത്? ബെസ്റ്റാർഡ് എന്നാണ് പറയുന്നത്. അപ്പൊ അത് വരി പഠിക്കുക. ഹെവി റിഡക്ഷൻ ഓഫ് മെറ്റീരിയൽ ആവശ്യമാണ്. അപ്പൊ അതേതാ? ബെസ്റ്റാർഡ് ഫയലാണ്. ഇനി ഇതിന്റെ ഉത്തരം പറഞ്ഞേ. ഇതിന്റെ ഉത്തരം ABCD. ഹെവി റിഡക്ഷൻ ഓഫ് മെറ്റീരിയൽ, അതിന് ബെസ്റ്റാർഡ് ഫയൽ ഉപയോഗിക്കുന്നു. ഇതിന്റെ എന്താ? ഇതിന്റെ ക്വസ്റ്റ്യൻ എന്താ? ഇവിടെ എന്ത് വരണം? ബെസ്റ്റാർഡ് മാറ്റിയിട്ട് എന്ത് വരണം? റഫ് കട്ട് അല്ലേ? ഏതാ? റഫ് കട്ട് എന്ന് പറയുന്നത് റഫ് ഗ്രേഡ് കേട്ടോ. റഫ് ഗ്രേഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി മൂന്നാമത്തെ നോക്കാം. എന്താ? സെക്കൻഡ് കട്ട്. കട്ട് എന്ന് പേരുണ്ടെങ്കിലും അത് ഗ്രേഡ് ആണ്. സെക്കൻഡ് കട്ടാണ് ഞാൻ കുറെ സമയം ഉപയോഗിക്കാന്ന് പറഞ്ഞത്. എന്തിനു വേണ്ടിയിട്ടാ? നല്ല ഫിനിഷ് ആക്കുക. ഏകദേശം ഫിനിഷ് സൈസിന്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണം. ഏകദേശം എന്നോടാണോ? ക്ലോസ് ടു ഫിനിഷിംഗ് സൈസ്. യെസ്, ക്ലോസ് ടു ഫിനിഷ്ഡ് സൈസ് എന്നുള്ള ഒരു വേർഡ് കാണുകയാണെങ്കിൽ അത് എന്താണ്? സെക്കൻഡ് കട്ട് ഫയലാണ്. അപ്പൊ റാപ്പിഡ്ലി ലാർജ് ക്വാണ്ടിറ്റി റഫ്, ഹെവി റിഡക്ഷൻ ഓഫ് മെറ്റീരിയൽ ബെസ്റ്റാർഡ്, അതേപോലെ എന്താണ്? ഒന്ന് ഫിനിഷ് ചെയ്ത് ഏകദേശം നമ്മളെ ഫിനിഷ്ഡ് സൈസിന്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഫിനിഷ്ഡ് സൈസിന്റെ ഏകദേശം അടുത്തേക്ക് എത്തിക്കുക. ജോബ് ക്ലോസ് ടു ഫിനിഷ്ഡ് സൈസ്, ഫിനിഷ് ചെയ്യാനല്ല, ക്ലോസ് ടു ഫിനിഷ്ഡ് സൈസ്, അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് സെക്കൻഡ് കട്ടാണ്. നല്ല ഫിനിഷ് കിട്ടണം, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഏതാണ്? സ്മൂത്ത്. ഗുഡ് ഫിനിഷ്, സ്മൂത്ത്. അപ്പൊ നമ്മുടെ വർക്ക് കഴിഞ്ഞു. പോരാ, എന്താ? ആക്യുറേറ്റ് സൈസ് വിത്ത് ഹൈ ഡിഗ്രി ഓഫ് ഫിനിഷിംഗ്, ഡെഡ് സ്മൂത്ത് ഫയൽ.
ഒന്നുമില്ല, സിമ്പിളാ. ഒന്ന് വായിച്ചു നോക്കി, ഒന്ന് ആലോചിച്ചു, വെറുതെ ഒന്ന് ആലോചിച്ചു, ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞു, വെറുതെ ഒന്ന് ആലോചിച്ചു ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞേ. ക്ലോസ് ടു ഫിനിഷ്ഡ് സൈസ്, സ്മൂത്ത് ഫയൽ. സെക്കൻഡ് കട്ട് ഫയൽ. സെക്കൻഡ് കട്ട്, സ്മൂത്ത്, ഗുഡ് ഫിനിഷ്, ഡെഡ് സ്മൂത്ത്, കറക്റ്റ് സൈസ്. ആക്യുറേറ്റ്, ആക്യുറേറ്റ് സൈസ് വിത്ത് ഹൈ ഡിഗ്രി ഓഫ് ഫിനിഷ്. ബസ്റ്റാർഡ്, ലാർജ് ക്വാണ്ടിറ്റി. ലാർജ് ക്വാണ്ടിറ്റി. ഓക്കെ, ഹെവി റിഡക്ഷൻ എന്നാട്ടോ പറയാം. ലാർജ് ക്വാണ്ടിറ്റി ഹെവി റിഡക്ഷൻ. റാപ്പിഡ്ലി ലാർജ് ക്വാണ്ടിറ്റി റഫ്. ഒന്നുമില്ല, സിമ്പിൾ കാര്യം. ഇത് പഠിക്കണം കേട്ടോ, ഉറപ്പായിട്ടും പഠിക്കണം. വീണ്ടും വീണ്ടും പറയുന്നു, ഒരുപാട് വട്ടം പരീക്ഷയ്ക്ക് അങ്ങനെയൊന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള മേഖലയാണ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാം. നമുക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാൻ പറ്റുന്ന വായിച്ചു നോക്കിയാൽ ഉത്തരം പറഞ്ഞേ. സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, 1 കറക്റ്റ് ആണ് സാർ. ഏതാണ്? 3 യൂസ്ഡ് 3 ഗിവ് എന്ന് പറയുന്നുണ്ട്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കണ്ടൂ. അപ്പൊ നോക്കാം, സി എന്ന് പറയുന്നത് നോക്കാം. സ്മൂത്ത് ഫയൽ യൂസ് ടു ബ്രിങ് ടു ആക്യുറേറ്റ് സൈസ് വിത്ത് ഹൈ ഡിഗ്രി ഓഫ് ഫിനിഷിംഗ്. ഇത് ഏതാ? ഇത് സ്മൂത്ത് ആണ് വരിക, ഡെഡ് സ്മൂത്ത്. അപ്പൊ ഇത് തെറ്റാ, കഴിഞ്ഞു. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്, നമുക്ക് അവിടെ വെട്ടിപ്പോവാം. അപ്പൊ അടുത്ത് നോക്കാം, യൂസ്ഫുൾ ഫോർ ബ്രിങ്ങിങ് ദ ജോബ് ക്ലോസ് ടു ഫിനിഷ്ഡ് സൈസ്. അതിന് വേണ്ടിട്ടാണോ സ്മൂത്ത് ഫയൽ ഉപയോഗിക്കുന്നത്? അത് സെക്കൻഡ് കട്ടാണ്, അതുമല്ല. പിന്നെ സ്മാൾ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ടു ഗിവ് എ ഗുഡ് ഫിനിഷിംഗ്, അതുകൊണ്ട് യൂസ് ടു ഗിവ് എ ഗുഡ് ഫിനിഷ് ഓൺ മെറ്റൽ. നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, യൂസ് ടു ഗിവ് എ ഗുഡ് ഫിനിഷ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗുഡ് ഫിനിഷ് എന്ന് മാത്രം പറഞ്ഞാൽ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണം. എന്താ? അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് 3 പറയാം. സ്റ്റേറ്റ്മെന്റ് 3 മാത്രമായിട്ട് പറയാം. യൂസ് ടു ഗിവ് എ ഗുഡ് ഫിനിഷ് ഓൺ മെറ്റൽ എന്നാണ് പറയുന്നത്. യൂസ് ടു ഗിവ് എ ഗുഡ് ഫിനിഷ് ഓൺ മെറ്റൽ എന്നാണ് പറയുന്നത്. ക്ഷമിക്കുക, നാലാമത്തെയും വരുന്നുണ്ട്. ഓപ്ഷനിൽ എന്താ മിസ്റ്റേക്ക് ആണ്, ക്ഷമിക്കുക. നാലാമത്തെയും വരുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഡി ആണ് വരുന്നത്. ക്ഷമിക്കുക, സ്റ്റേറ്റ്മെന്റ് ഡി ആണ് വരുന്നത്. 3ഉം 4ഉം വരുന്നുണ്ട് കേട്ടോ. ഗുഡ് ഫിനിഷും വരുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്, സ്മാൾ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ആൻഡ് ഗിവ് എ ഗുഡ് ഫിനിഷ് എന്ന് വരുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷെ ഓപ്ഷനിൽ ഒരു മിസ്റ്റേക്ക് വന്നായിരുന്നു. ഓപ്ഷൻ ഡി, ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അത് എന്റെ കയ്യിൽ നിന്നൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ. സോറി, എന്റെ ഭാഗത്ത് നിന്ന് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. റെഡി? ഓക്കെ ആണോ? റെഡി? ശരി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത റഫിന്റെ പറഞ്ഞ റോങ് തന്നെയാണ്. അപ്പൊ ആദ്യം ശരിയുള്ളത് കണ്ടുപിടിച്ച് പോയാൽ മതി. അപ്പൊ എളുപ്പം പരിപാടി കഴിയും. ശരിയുള്ളത് കണ്ടുപിടിച്ചാൽ മതി, വളരെ എളുപ്പം. 1 ബാസ്റ്റേർഡ് ആണ്. ഈ 3ഉം 4ഉം ശരിയല്ല, അതാണ് പറഞ്ഞാൽ മതി. ബാക്കി പിന്നെ നോക്കാം. 3ഉം 4ഉം ശരിയല്ലേ? അത് ശരിയാ. ഇതെന്താ ഡീപ്പർ കട്ടിങ് ആക്ഷൻ ഒക്കെ ഏതാ? കർവ്ഡ് കട്ടല്ലേ? കർവ്ഡ് കട്ടാ. അപ്പൊ ഇതൊക്കെ തെറ്റാ, തെറ്റാ. അതേപോലെ ഹെവി റിഡക്ഷൻ മെറ്റീരിയൽ ഏതാണ്? അതും തെറ്റാ. അപ്പൊ ഉത്തരം ഓക്കെ. റെഡി? ഇവിടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ഇത്രയേ ഉള്ളൂ. അതിലൊന്നും നമ്മള് കൂടുതൽ തല പോക്കാനേ ഇല്ല. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും, നമുക്ക് പച്ചവെള്ളം പോലെ അറിയുന്ന കാര്യങ്ങളായിരിക്കും. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക, അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള ആദ്യം റോങ് ആണോ ട്രൂ ആണോ എന്ന് ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ചാൽ സോർട്ട് ഔട്ട് എത്രയേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ഉത്തരം പറഞ്ഞേ. നമ്മൾ മറ്റൊരു മേഖലയിലേക്ക് പോവാണ്, ഷേപ്പ് ഓഫ് ഫയൽ. അപ്പൊ ഗ്രേഡ് പറഞ്ഞു, അതേപോലെ കട്ട് പറഞ്ഞു, ഫയലിന്റെ ഭാഗങ്ങളും പറഞ്ഞു. അടുത്ത വേഗം പറഞ്ഞേ. സ്ക്വയർ ഫയൽ അല്ലേ സാറേ? ആലോചിച്ച് നോക്കിയേ, ഇതേപോലുള്ള ഒരു അവസ്ഥയാണ്. റെക്ടാങ്കുലർ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ്. ഉണ്ട്. ഇത് ഫയൽ ചെയ്യണം, അല്ലെങ്കിൽ കീവേ അല്ലേ, നമ്മുടെ ഷാഫ്റ്റിന് മുകളിലൊക്കെ ഉള്ള കീവേ ഫയൽ ചെയ്യണം. അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഫയൽ ഏതാണ്? സ്ക്വയർ ഫയലാണ് കേട്ടോ. സ്ക്വയർ ഫയലാണ്. ഓക്കെ, സ്ക്വയർ ഫയലാണ് വരുന്നത്. സ്ക്വയർ ഫയലുകള് സ്ക്വയർ ക്രോസ് സെക്ഷനിലായിരിക്കും ഉണ്ടാവുക. അതേപോലെ സ്ക്വയർ ക്രോസ് സെക്ഷനിലായിരിക്കും ഉണ്ടാവുക. അത് ഉപയോഗം വളരെ കൃത്യമായിട്ട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കോർണറുകൾ സ്ക്വയർ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട്, റെക്ടാങ്കുലർ ഓപ്പണിങ്ങുകൾ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട്, കീവേകൾ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്പ്ലൈനുകൾ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വെറുതെ ഒന്ന് വായിച്ചേ. ഉത്തരം ബുദ്ധിമുട്ടാണെങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചേ. ഹാഫ് റൗണ്ട് ഫയലാണ്. ഫസ്റ്റ് കറക്റ്റാ സാറേ? ഫസ്റ്റ് കറക്റ്റാ. സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ. അത് സംശയമില്ല. അപ്പൊ ഫസ്റ്റ് കറക്റ്റാന്ന് പറഞ്ഞു. പിന്നെ എൻലാർജിങ് സർക്കുലർ ഹോൾ എൻലാർജ് ചെയ്യാൻ പറ്റുമോ? അത് റൗണ്ട് ഫയലാ. തെറ്റാ. അപ്പൊ അവിടുന്ന് ഒരു ലീഡ് നമുക്ക് കിട്ടി. ഇത് തെറ്റാ.
അപ്പോൾ ബിയോ സിയോ ഡിയോ ആവാം ഉത്തരം. ഫയലിൽ ഇന്റേണൽ കർവ്ഡ് സർഫസ് Curved. പോലെ കർവ്ഡ് ആയിട്ടുള്ള അത് സർഫസ് അത് ശരിയാണ്. ശരിയാണ് സർ, ശരിയാണ്. അതും ശരിയാണ്, അതും ശരിയാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നും കൂടി സോർട്ട് ഔട്ട് ചെയ്യാം. സോർട്ട് ഔട്ട് ചെയ്യാം. പിന്നെ അവിടെ ഏതേ വരുന്നുള്ളൂ? ബിയും സിയുടെ കേസ് മാത്രമേ വരുന്നുള്ളൂ അല്ലേ? ബി ആണോ സി ആണോ ഉത്തരം? നോക്കാം, വായിച്ചേ. ഇന്റേണൽ കർവ്ഡ് സർഫസുകൾക്കും അതേപോലെ എന്താണ് സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ, ഒരു സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ, ഹാഫ് റൗണ്ട് ഫയൽ എന്ന് പറഞ്ഞാലും അത് പക്ക അങ്ങനെ പകുതി ഒരു സർക്കിൾ അല്ല, അത് നോക്കിയാൽ കാണാൻ സാധിക്കും. ഒരു സെഗ്മെന്റേ ഉള്ളൂ, ഒരു കഷ്ണേ ഉള്ളൂ, ഒരു ചന്ദ്രക്കല പോലെ അതിന്റെ ഡിസൈൻ വരുന്നുള്ളൂ. ഇന്റേണൽ കർവ്ഡ് സർഫസുകൾ ഫയൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു, സെഗ്മെന്റ് ഓഫ് എ സർക്കിളുമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിലെ ഉത്തരം ഏതൊക്കെയാണ്? റോങ് വിച്ച് സ്റ്റേറ്റ്മെന്റ് റോങ് എബൌട്ട് എന്ന് വെച്ചിരിക്കും. റോങ് ഏതൊക്കെയെന്ന് പറഞ്ഞേ. റോങ് ഏതൊക്കെയാ? 2 റോങ് ആണ്. സെക്കൻഡ് 2 റോങ്. 2 റോങ് ആണ്. അതേപോലെ ഏതാ? 2 റോങ് കേട്ടോ, ശ്രദ്ധിക്കുക. 2 റോങ്. 2 റോങ്. മസ്റ്റാർഡ് സെക്കൻഡ് കട്ട് സ്മൂത്തിലൊക്കെ അവൈലബിൾ ആണ്. സ്റ്റേറ്റ്മെന്റ് 2 ആണ് റോങ്. ഓക്കെ, റെഡി? ഓക്കെ. ട്രയാങ്കുലർ ഫയലിന്റെ ഉപയോഗം എന്താ? ട്രയാങ്കുലർ ഫയൽ ഇതാണ് സാധനം. ഫസ്റ്റത്തേത് തെറ്റാ സാറേ. ഫയലിംഗ് അത് ആംഗിൾ നൈഫ് ഫയൽ. അത് ഫസ്റ്റിലെ നൈഫ് എഡ്ജ് ആണ്. രണ്ടാമത് ശരി 60 ഡിഗ്രി. സ്ക്വയർ ഹോളും 60 ഇന്റേണൽ degree. സ്ക്വയറും 60 ഡിഗ്രി. ഓപ്ഷൻ ബി ആണ് കേട്ടോ ഉത്തരം. ബി ആണ് ഉത്തരം. ഫയലിംഗ് കോർണേഴ്സ് ആംഗിൾ വിച്ച് ആർ മോർ ദാൻ 60 ഡിഗ്രി. 60 ഡിഗ്രിക്ക് മുകളിലുള്ള ഇത്തരത്തിലുള്ള ആംഗിളുകളൊക്കെ ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുക ഏതാണ്? അവിടെ നമ്മൾ ഉപയോഗിക്കുക ട്രയാങ്കുലർ ഫയലുകളാണ്. അതേപോലെ ഷാർപ്പ് ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു ഫയലാണ് എന്ത്? നൈഫ് എഡ്ജ്. അത് ഉപയോഗിക്കുക 10 ഡിഗ്രി ഒക്കെ ആംഗിളുള്ള കേസിലാണ്. വളരെ എന്താ പറയുക, ഷാർപ്പ് ആയിട്ടുള്ള ആംഗിൾ എന്ന് പറയാം. 10 ഡിഗ്രി ഒക്കെ ഒരു ആംഗിളുള്ള കേസിലാണ് എന്ത് ഉപയോഗിക്കുക? നമ്മളുടെ നൈഫ് എഡ്ജ് ഫയലുകൾ ഉപയോഗിക്കുക. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അറിയുന്ന കാര്യമാണ്, പറഞ്ഞു എന്ന് മാത്രം. നൈഫ് എഡ്ജ്. പിന്നെ റൗണ്ട് ഫയലുകൾ ഉണ്ട്. റൗണ്ട് ഫയലിന്റെ ഉപയോഗം എന്താ? ഇതാണ് ഉപയോഗം. റൗണ്ട് ഫയലിന്റെ ഉപയോഗം ഇതാണ് ഉപയോഗം. ഹോൾ എൻലാർജ് ചെയ്യുക. ഹോളൊക്കെ എൻലാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ റൗണ്ട് ഫയലുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് എന്ത് പറഞ്ഞേ? ഇതും പരീക്ഷ സ്ഥിരമായി ചോദിക്കാറുണ്ട്. ഫയൽ കാർഡ് അല്ലേ സാറേ? രണ്ടും ഉണ്ട് കേട്ടോ, ബോത്ത് ചെയ്യാൻ വേണ്ടി. ഫയൽ കാർഡും ഉണ്ട്, ഫയൽ ബ്രഷും പറയാറുണ്ട്. മെറ്റൽ ചിപ്പുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടി ഫയൽ കാർഡും ഫയൽ ബ്രഷും. PSC ആൻസർ ചെയ്തപ്പോൾ തന്നെ ബോത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഉത്തരം വന്നത്. ഫയൽ കാർഡ് പറയും, പക്ഷെ രണ്ടും ഉത്തരമാണ്. ഫയൽ ബ്രഷ് ഉപയോഗിക്കാറുണ്ട്. ഫയൽ കാർഡും ഫയൽ ബ്രഷും ബോത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഉത്തരം വന്നത്. ഓക്കെ, ബോത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഉത്തരം വരുന്നത്. എന്താണ് ഈ പിന്നിങ് ഓഫ് ഫയൽ എന്ന് പറഞ്ഞാൽ? സിലബസിൽ പല സ്ഥലങ്ങളും ഫയലിലെ മെറ്റൽ പാർട്സുകൾ. ഫയലിന്റെ ഈ ടീത്തുകൾക്കിടയിലുള്ള ഗ്യാപ്പ്, ആ ഗ്യാപ്പുകൾക്കിടയിൽ മെറ്റലിന്റെ പൊടി വന്ന് അടിഞ്ഞുകൂടുക. മെറ്റലിന്റെ പൊടി വന്ന് അടിഞ്ഞുകൂടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പിന്നിങ് ഓഫ് ഫയൽ എന്ന് പറയുന്നത്. ഇനി ഒന്ന് വായിച്ച ഉത്തരം. ഫയലുകളുടെ ടീത്തുകൾക്കിടയിലുള്ള ഗ്യാപ്പില് പൊടി വന്ന് അടിഞ്ഞുകൂടുക. ആ പൊടി വന്ന് അടിഞ്ഞുകൂടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പിന്നിങ് ഓഫ് ഫയൽ എന്ന് പറയുന്നത്. 1 ഉം 2 ഉം കറക്റ്റ് ആണ്. ഏതാണ്? 1 ഉം 2 1 ഉം 2 ഉം കറക്റ്റ് ആണ്. കറക്റ്റ് ആണ്. 1 ഉം 2 ഉം കറക്റ്റ് ആണ്. അപ്പൊ എന്താ ഓപ്ഷൻ സി? ഇത്തരത്തിലുള്ള ഫയലുകൾ, പിന്നിങ് സംഭവിച്ച ഫയൽ ഉപയോഗിച്ചുള്ള പ്രശ്നം എന്താ? പെട്ടെന്ന് റിമൂവ് ആവുമോ? മെറ്റൽ റിമൂവ് ആവില്ല. യെസ്, പെട്ടെന്ന് റിമൂവ് ആവും. സ്ക്രാച്ചസ് വീഴുന്നത്. അതാണ് എഴുതിയിട്ടുള്ളത്. വായിച്ചു നോക്കുക. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തേക്ക് പോകുന്നു. ഇനി അടുത്തൊരു ഭാഗം ഏതാ? ആക്സോ ബ്ലേഡ്. സിലബസിൽ വളരെ കൃത്യമായിട്ട് ഫയല്, ആക്സോ ബ്ലേഡ്, ചിസിൽ. പെട്ടെന്ന് പറഞ്ഞു പോവാം. നമ്മൾ ഓൾറെഡി സമയം നോക്കുന്നുണ്ട്. പെട്ടെന്ന് പറഞ്ഞു പോവാം. ആക്സോ ബ്ലേഡിന്റെ കേസിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള എന്താ? ഈ ആക്സോ ബ്ലേഡിന്റെ പിച്ചുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ആക്സോ ബ്ലേഡിന്റെ പിച്ച് നമുക്കറിയാം. ബ്ലേഡുകളുടെ ടീത്തുകൾക്കിടയിലുള്ള 2 പല്ലുകൾക്കിടയിലുള്ള ഗ്യാപ്പിനെയാണ് പിച്ച് ഓഫ് ബ്ലേഡ് എന്ന് പറയുന്നത്. കോഴ്സ് പിച്ച് ബ്ലേഡും ഉണ്ട്, അതേപോലെ ഏതുണ്ട്? മീഡിയം, ഫൈന്. കോഴ്സ് പിച്ച് ബ്ലേഡ് ആണെങ്കിൽ ആ ടീത്തുകൾക്കിടയിലുള്ള ഗ്യാപ്പ് എത്രയായിരിക്കും? 1.8 ആയിരിക്കും. അതാണ് ചോദിച്ചിട്ടുള്ളത്. കോഴ്സ് പിച്ച് ബ്ലേഡ് ആണെങ്കിൽ അതിന്റെ ടീത്തുകൾക്കിടയിലുള്ള ഗ്യാപ്പ് 1.8 ആയിരിക്കും. മീഡിയം പിച്ച് ആണെങ്കിൽ 1.4 അല്ലെങ്കിൽ 1 mm ആണ് മീഡിയം പിച്ച് ബ്ലേഡുകൾക്ക് ഗ്യാപ്പ് ഉണ്ടാവും. ഫൈൻ പിച്ച് ആണെങ്കിൽ 0.8 mm ആയിരിക്കും ഗ്യാപ്പ് ഉണ്ടാവും. പഠിക്കണം. ആക്സോ ബ്ലേഡിൽ കോഴ്സ് പിച്ച് ആണെങ്കിൽ 1.8 mm, മീഡിയം ആണെങ്കിൽ 1.4 അല്ലെങ്കിൽ 1 mm, ഫൈൻ ആണെങ്കിൽ 0.8 mm ആണ് ഉള്ളത്. ഞാൻ അറിയുമെങ്കിൽ പെട്ടെന്ന് പറയാം.
ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് എന്ന് പറയുന്നുണ്ട്. വായിച്ചു നോക്കാം, നോക്കിയേ. 1 mm പിച്ചുള്ള ബ്ലേഡ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ആംഗിൾ അയൺ, ബ്രാസ് ട്യൂബ്, കോപ്പർ, അയൺ പൈപ്പ്. ബ്രാസ് ട്യൂബ്, കോപ്പർ, അയൺ പൈപ്പ്, ആംഗിൾ അയൺ ഒക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എന്താണ്? 1 mm പിച്ചുള്ള ബ്ലേഡാണ്. 1.8 mm പിച്ചുള്ള ബ്ലേഡ് ബ്രാസും ബ്രോൺസും പോലുള്ള സോഫ്റ്റ് മെറ്റലുകൾക്കും അതേപോലെ തന്നെ കാസ്റ്റ് അയൺ മുറിക്കാനും എന്ത് ഉപയോഗിക്കാം? 1.8 mm പിച്ചുള്ള ബ്ലേഡ് ഉപയോഗിക്കാം. ഹൈ കാർബൺ സ്റ്റീലും ഹൈ സ്പീഡ് സ്റ്റീലും ടൂൾ സ്റ്റീലും ഒക്കെ മുറിക്കണം എന്നുണ്ടെങ്കിൽ 1.4 mm പിച്ചുള്ള ബ്ലേഡാണ് ഉപയോഗിക്കുക. അപ്പോൾ മീഡിയം പിച്ച് ബ്ലേഡ് ഉപയോഗിച്ച് ഏതൊക്കെ കട്ട് ചെയ്യാം? അങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഒന്ന് ഉത്തരം പറഞ്ഞേ. മീഡിയം പിച്ച് ബ്ലേഡ് ഉപയോഗിച്ച് ഏതൊക്കെ കട്ട് ചെയ്യാം? ഹൈ കാർബൺ സ്റ്റീല്, ഹൈ സ്പീഡ് സ്റ്റീല്, ഹൈ കാർബൺ സ്റ്റീല്, സ്റ്റീല്, കോപ്പർ, യെസ്, അയൺ. ക്ലിയർ ആണല്ലോ. അപ്പൊ 1.4 ഉം 1 mm പിച്ചുള്ളതൊക്കെ എന്താണ് പെടും? മീഡിയം പിച്ച് ബ്ലേഡിൽ പെടും. ഓക്കെ, ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. റെഡി ആണോ? അതാണ് ഇവിടുന്നാണ് ഞാൻ വരുന്നതിലേക്ക്. ഇവിടുന്നാണ് വരുന്നത് മീഡിയം പിച്ച് ബ്ലേഡ്. കോഴ്സ് പിച്ച് ആണെങ്കിൽ എന്ത് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു? സോഫ്റ്റ് സ്റ്റീലുകളും കാസ്റ്റനും കട്ട് ചെയ്യാൻ, രണ്ടും കട്ട് ചെയ്യാൻ എന്ത് ഉപയോഗിക്കാം? കോഴ്സ് പിച്ച് ബ്ലേഡുകൾ ഉപയോഗിക്കാം. ഷീറ്റ് മെറ്റൽ വർക്കുകൾക്കും തിന്നായിട്ടുള്ള ട്യൂബുകളും ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഉപയോഗിക്കുക? ഏത് ഗ്രേഡാണ്? 0.8. അതായത് ഫൈൻ പിച്ച് ബ്ലേഡ് ആണ് ഉപയോഗിക്കുക. ക്ലിയർ ആണോ? റെഡിയാണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തേക്ക് പോകുന്നു. ടൂൾ സ്റ്റീല്, ഹൈ കാർബൺ, ഹൈ സ്പീഡ് ഏതാ? 1.4. സി ആണ് ഉത്തരം വരുന്നത്. 1.4. ടൂൾ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ, ഹൈ സ്പീഡ് സ്റ്റീൽ 1.4 ആണ് ഉത്തരം വരുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ഇതിൽ പഠിക്കണം, അത്ര ഡെപ്ത് ആയിട്ടൊന്നും പഠിക്കേണ്ട, പരീക്ഷ സ്ഥിരം ചോദിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഈ ടീത്തുകൾ നോക്കിയാൽ, ടീത്തുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരേ ലൈനിലാവില്ല ടീത്തുകൾ കൊടുക്കുന്നത്. ഒരു ടീത്ത് കുറച്ച് ഇങ്ങോട്ടും ഒരു ടീത്ത് കുറച്ച് ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ചെറിയ രീതിയിൽ ചെരിച്ചിട്ടാണ് ടീത്തുകൾ കൊടുക്കുന്നത്. എന്താ അതിന്റെ കാരണം? എന്താ? സ്മൂത്ത് ആയിട്ടുള്ള കട്ടിങ്ങിന് വേണ്ടിയിട്ട്. സ്മൂത്ത് ആയിട്ടുള്ള കട്ടിങ്ങിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെറ്റിംഗ് ഓഫ് ടീത്ത് എന്ന് പറയുന്നത്. സെറ്റിംഗ് ഓഫ് ടീത്ത് എന്ന് പറയുന്നത്. അതിൽ ശ്രദ്ധിക്കുക, അതാണ് എഴുതിയിട്ടുള്ളത്. ടീത്തുകൾ ഇങ്ങനെ ബൈൻഡ് ചെയ്യാൻ, കടിച്ചു പിടിച്ച് നിൽക്കാതെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു കട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീത്ത് ഇങ്ങടും ഒരു ടീത്ത് ഇങ്ങട്, ഒരു ടീത്ത് അങ്ങട്, ഒരു ടീത്ത് ഇങ്ങട്, ഒരു ടീത്ത് അങ്ങട്, ഒരു ടീത്ത് ഇങ്ങട്, അങ്ങനെ രണ്ട് സൈഡിലേക്കായിട്ട് ഇങ്ങനെ ചെരിച്ച് കൊടുക്കുകയാണ് പതിവ്. ഇതിനെയാണ് സെറ്റിംഗ് ഓഫ് ടീത്ത് എന്ന് പറയുന്നത്. വേവ് സെറ്റും ഉണ്ട്, സ്റ്റഗേർഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു വേവ് സെറ്റും ഉണ്ട്. രണ്ടും ഉണ്ട്. അതായത് രണ്ട് രീതിയിൽ നമ്മൾ ടീത്തുകൾ ഇങ്ങനെ വളച്ചു കൊടുക്കാറുണ്ട്. അതിലൊന്ന് വേവ് സെറ്റ്, മറ്റൊന്ന് സ്റ്റഗേർഡ് സെറ്റ്. 0.8 mm പിച്ചുള്ള ബ്ലേഡ്. 0.8 mm എന്ന് പറയുന്നത് ഫൈൻ പിച്ച് ബ്ലേഡ് ആണ്. ഹലോ അല്ലയോ? അല്ലേ? ഫൈൻ അല്ലേ? അല്ലേ? 0.8 mm എന്ന് പറഞ്ഞാൽ ഫൈൻ പിച്ച് ബ്ലേഡുകളൊക്കെ വേവ് സെറ്റ് ആണ് കൊടുക്കുക. ഓവർ 1.0 mm ആണെങ്കിൽ സ്റ്റഗേർഡ് സെറ്റ് ആണ് കൊടുക്കുക. 1 mm വരെ പിച്ചുള്ള ബ്ലേഡുകളാണ്. 0.8 കൂടുതലും 1 വരെ, 1 കൂടുതലും ഇല്ല, 0.8 കൂടുതലുമാണ്. അതിന്റെ ഇടയിലുള്ളതൊക്കെയാണെങ്കിൽ വേവ് സെറ്റോ സ്റ്റഗേർഡ് സെറ്റോ കൊടുക്കാം. പഠിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് സെറ്റിംഗ് എന്ന് പറയുന്നുണ്ട്? ടീത്തുകൾ കൃത്യമായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും കട്ടിങ് ആക്ഷൻ കൃത്യമായിട്ട് നടക്കുവാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ടീത്ത് സെറ്റിംഗ് കൊടുക്കുന്നത്. ആ ടീത്ത് സെറ്റിംഗിൽ തന്നെ വേവ് സെറ്റും സ്റ്റഗേർഡ് സെറ്റും ഉണ്ട്. 0.8 mm ഫൈൻ പിച്ച് ബ്ലേഡ് ആണെങ്കിൽ ഏത് സെറ്റാ? ഫൈൻ പിച്ച് 0.8. വേവ് സെറ്റ്. കോഴ്സ് പിച്ച് ആണെങ്കിൽ ഏത് സെറ്റാ ഉപയോഗിക്കുക? സ്റ്റഗേർഡ്. കോഴ്സ് പിച്ച് ആണെങ്കിൽ സ്റ്റഗേർഡ് മാത്രമാണോ? സ്റ്റഗേർഡ്. 1 ആണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്? വേവ് സെറ്റും സ്റ്റഗേർഡ് സെറ്റും ഉപയോഗിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ആണോ? റെഡി? ഓക്കെ. പറഞ്ഞേ. ഫസ്റ്റ് കറക്റ്റാ സാറേ? ഫസ്റ്റ് കറക്റ്റ് ആണ്. 2 സെറ്റ് അല്ലേ? All hard blades are used for harder materials such as tool steel, die steel and high carbon steel. എന്താണ് ഈ ആൾ ഹാർഡ് ബ്ലേഡ്? അതിലേക്കൊന്ന് കടന്നിട്ട് തിരിച്ചു വരാം. ആൾ ഹാർഡ് മൊത്തം ലെങ്ത്തും എന്ത് ചെയ്തിട്ടുണ്ടാവും? ഹാർഡ് ഉണ്ടാവും. മുകൾ ഭാഗവും ടീത്തുകളൊക്കെ നല്ല രീതിയിൽ ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്ത് ഹാർഡൻ ചെയ്തെടുത്തുള്ള ബ്ലേഡുകളെയാണ് ആൾ ഹാർഡ് ബ്ലേഡ് എന്ന് പറയുന്നത്. ഇത് ഫ്ലെക്സിബിൾ ബ്ലേഡ് എന്ന് പറയുന്ന ടീത്തുകൾ മാത്രമേ എന്ത് ചെയ്തിട്ടുണ്ടാവുള്ളൂ? ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഹാർഡ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടാവുള്ളൂ. ഞാൻ നിങ്ങളോട് ചോദിക്കാം, നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ബ്ലേഡ് പെട്ടെന്ന് തേഞ്ഞു പോകും. ആ ബ്ലേഡിന് എത്ര രൂപ വിലയുണ്ട്? അടുത്തൊരു ഗസ് എത്ര ഉണ്ടാവും? 8 രൂപ. 7 രൂപ 8 രൂപ. ഓക്കെ, 10 രൂപയ്ക്ക് താഴെ. എന്നാൽ അതേ സെയിം സാധനം, സെയിം വലുപ്പമുള്ള, സെയിം കാണാൻ അതേപോലെയുള്ള ബ്ലേഡ് കിട്ടും. ആൾ ഹാർഡ് ബ്ലേഡ് ഒരു 30-35 രൂപ 40 രൂപ ഒക്കെ വരും.
പക്ഷെ ഈ സാധനം ഉപയോഗിച്ച് കട്ട് ചെയ്താണല്ലോ ഭയങ്കര സുഖ, പെട്ടെന്ന് കട്ടാവും, കാര്യം കുറച്ചുകൂടി സ്ട്രെങ്ത് ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള ഹാർഡ് ബ്ലേഡുകൾ ഉപയോഗിച്ചിട്ടാണ് ടൂൾ സ്റ്റീലും ഡൈ സ്റ്റീലും ഹൈ കാർബൺ സ്റ്റീലും കട്ട് ചെയ്യാം. അപ്പോൾ പറഞ്ഞേ സ്റ്റേറ്റ്മെന്റ് 1 ഉം 2 ഉം ശരിയല്ലേ? ശരിയാണ് സാർ. ശരിയാണ്. ഇനി axle blades are specified by the length, pitch and type of material. Axle blades are made up of high carbon steel. ഏതാ തെറ്റ്? 4 തെറ്റല്ലേ സാറേ? 4 തെറ്റല്ലേ? കാരണം എന്താ? എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? HSS അല്ലേ? ഹൈ സ്പീഡ് സ്റ്റീൽ കൊണ്ടോ അല്ലെങ്കിൽ ലോ അലോയ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. റെഡി? ഇനി ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചേ, ഇനി ഒന്ന് സാവധാനം വായിച്ച ക്വസ്റ്റ്യൻ. ഡി ആണ് ഉത്തരം വരുന്നത്. ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറയാം, പെട്ടെന്ന് അടുത്തേക്ക് പോവാം. ഓക്കെ ഓക്കെ സാർ. ഓക്കെ. അടുത്തേക്ക് പോകുന്നു. ആക്സൽ ബ്ലേഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്താ? ഹൈ സ്പീഡ് സ്റ്റീൽ അല്ലെങ്കിൽ ലോ അലോയ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതാണ് പറയുന്നത്. വായിച്ചു നോക്കുക, അതാണ് പറയുന്നത്. ലെങ്ത് സ്റ്റാൻഡേർഡ് ലെങ്ത് 250 mm 300 mm ആണ് പറയുന്നത്. ഫ്ലെക്സിബിൾ ബ്ലേഡുകളുടെ ഗുണം എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. അതായത് പല കർവായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്യാനൊക്കെ, കട്ടിങ് എലോങ് കർവ്ഡ് ലൈൻ എന്ന് പറയാം. ചെറിയ കർവ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കട്ട് ചെയ്യണമെങ്കിലൊക്കെ എന്ത് ഉപയോഗിക്കാം? ഫ്ലെക്സിബിൾ ബ്ലേഡുകൾ ഉപയോഗിക്കാം. ഓക്കെ, ഹലോ, ക്ലിയർ അല്ലേ? ഹലോ, ഓക്കെ അതെ സാർ. അതെ പറയണേ, ഞാൻ പറഞ്ഞില്ല മഴയുണ്ട്, റേഞ്ചിന് പ്രോബ്ലം. ഓക്കെ, അടുത്ത ആക്സൽ ബ്ലേഡുകൾ സ്പെസിഫൈ ചെയ്യുന്ന ലെങ്ത്, പിച്ച്, ടൈപ്പ് ഓഫ് മെറ്റീരിയൽ മൂന്നും പറയാറുണ്ട് കേട്ടോ. ആക്സൽ ബ്ലേഡുകളുടെ ലെങ്ത്തും പിച്ചും മെറ്റീരിയലും വെച്ചിട്ടാണ് സ്പെസിഫൈ ചെയ്യാറുള്ളത്, മൂന്നും പറയാറുണ്ട്. പിന്നെ ആക്സൽ ഫ്രെയിം, സോളിഡ് ഫ്രെയിം ഉണ്ട്, അഡ്ജസ്റ്റബിൾ ഫ്രെയിം ഉണ്ട്. എല്ലാവർക്കും അറിയാം. സോളിഡ് ഫ്രെയിം ആണെങ്കിൽ ഒരു നിശ്ചിത ലെങ്ത്തുള്ള ബ്ലേഡ് മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ. അഡ്ജസ്റ്റബിൾ ഫ്രെയിം ആണെങ്കിൽ വ്യത്യസ്ത ലെങ്ത്തിലുള്ള ബ്ലേഡുകൾ പിടിക്കാം. അതിൽ തന്നെ അഡ്ജസ്റ്റബിൾ ഫ്രെയിമിൽ ട്യൂബുലാർ ടൈപ്പ് എന്ന് പറയുന്നു. ഈ ഫ്രെയിം ട്യൂബ് പോലെ ഉണ്ടാവും. ട്യൂബുലാർ ഷേപ്പ് ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ഫ്രെയിം ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന അഡ്ജസ്റ്റബിൾ ഫ്രെയിം. അതിനൊന്നും പറയാനില്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനത്തെ ഒരു ഭാഗത്തേക്ക് കിടക്കാം. ഏതാണ്? നമ്മളുടെ ചിസലുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്തേക്ക് കിടക്കാം. ചിസലുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്തേക്ക് കിടക്കാം. പറഞ്ഞേ, ഉത്തരം എന്താണ്? പഞ്ചിങ് ചിസല് സാർ. പഞ്ചിങ് ചിസൽ അല്ലെ? വെബ് ചിസൽ അഥവാ പഞ്ചിങ് ചിസൽ. ചെയിൻ ഡ്രില്ലിംഗ്, അടുത്തടുത്ത് ഹോളുകൾ നിർമ്മിക്കുകയും ഈ ഹോളുകൾക്കിടയിലുള്ള ഗ്യാപ്പ് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുവാനും കഴിയുന്ന ഒരു തരം ചിസലാണ് പഞ്ചിങ് ചിസൽ എന്നറിയപ്പെടുന്ന വെബ് ചിസൽ. അപ്പൊ ഉത്തരം വെബ് ചിസൽ അല്ലെങ്കിൽ പഞ്ചിങ് ചിസൽ. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. പറഞ്ഞ കാര്യമാണ്. ചെയിൻ ഡ്രില്ലിങ്ങിന് ശേഷം മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചിസൽ വെബ് ചിസൽ അല്ലെങ്കിൽ പഞ്ചിങ് ചിസൽ ആണ്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സാറേ 3 തെറ്റല്ലേ? കീവേ കട്ട് ചെയ്യാൻ ആഫ്രോണ്ട് അല്ലല്ലോ, ഡയമണ്ട് പോയിന്റ് അല്ലേ? ഡയമണ്ട് പോയിന്റ് എന്ന് പറയുന്നത് കീ കട്ടിയ ഡയമണ്ട് പോയിന്റ് ആണോ? വേറെ ആർക്കെങ്കിലും? കോർണർ കീപ്പ് ചെയ്യാനല്ലേ സാർ ഡയമണ്ട് പോയിന്റ്? കീ കട്ടിയാൻ ഏതാ? ക്രോസ് കട്ട്. ക്രോസ് കട്ട് അല്ലെങ്കിൽ കേപ്പാണ്. അപ്പോ കോട്ടെ, ക്രോസ് കട്ട് എന്ന് പറയുന്ന മറ്റൊരു പേരാണ് കേപ്പ്. അത് ശരിയാണോ? അതെ. ഓക്കെ, ഇനി അടുത്ത ഫ്ലാറ്റ് ചിസൽ എന്തിനാ ഉപയോഗിക്കുന്നത്? സർഫസിലെ എക്സസ് ആയിട്ടുള്ള മെറ്റല്. ചിസൽ എന്തുകൊണ്ടാ നിർമ്മിച്ചിട്ടുള്ളത്? ചിസൽ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ? ഫോർജില് 180 ആണ് സാർ. ക്രോമാനൈഡ് സ്റ്റീൽ കൊണ്ട് അല്ലെങ്കിൽ ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടും പറയാറുണ്ട്. ക്രോമാനൈഡ് സ്റ്റീൽ അല്ലെങ്കിൽ ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടാണ് പറയാറുള്ളത്. അപ്പോൾ ഇനി ഒന്ന് പറഞ്ഞേ. ഫസ്റ്റ് റോങ് സാറേ. ഫസ്റ്റ് റോങ്. 3 തെറ്റല്ലേ? 3 റോങ് ആണ്. കാര്യം നമ്മുടെ കീവേ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചിസൽ ഏതാ? ക്രോസ് കട്ട് ചിസലാണ്. കീവേ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചിസൽ ഏതാണ്? ക്രോസ് കട്ട് ചിസൽ. ക്രോസ് കട്ട് ചിസലാണ്. അപ്പോ 1 എന്താണ്? തെറ്റാണ്. 3 എന്താണ്? തെറ്റാണ്. അപ്പൊ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാ? 2, 4 അല്ലേ? അപ്പൊ ഉത്തരം എന്താ? എ ആണ് സാർ ആൻസർ. എന്താ ഓപ്ഷൻ എ. ഡൗട്ട് ചോദിക്കണേ. ക്ലിയർ ആണെന്ന് പറയണം. ഡൗട്ട് ചോദിക്കണം. എന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. ഓക്കെ ആണോ? അടുത്തേക്ക് പോകുന്നു. ഓക്കെ, ചിസലിന്റെ മെറ്റീരിയൽ ചോദിക്കുകയാണെങ്കിൽ എയ്തർ എ ഓർ ബി ആണ്. ക്രോമാനൈഡ് സ്റ്റീലും നിർമ്മിക്കാം, ഹൈ കാർബൺ സ്റ്റീലും നിർമ്മിക്കാം.
ഹെക്സഗണലോ അല്ലെങ്കിൽ ഒക്ടഗണലോ ക്രോസ് സെക്ഷനിലാണ് ചിസലുകൾ സാധാരണഗതിയിൽ കണ്ടുവരുന്നത്. ഹെക്സഗണലും ഒക്ടഗണലും തരികയാണെങ്കിൽ കൂടുതലും ഹെക്സഗണലാണ് ഉത്തരം കൂടുതൽ സ്യൂട്ട് ആവുന്നത്. ചിസലിന്റെ ക്രോസ് സെക്ഷൻ ചോദിക്കുകയാണെങ്കിൽ ഹെക്സഗണൽ അല്ലെങ്കിൽ ഒക്ടഗണലാണ് ഉത്തരം വരെ കൂടുതൽ കുറച്ചുകൂടി വ്യക്തമായി ചോദിക്കുകയാണെങ്കിൽ ഹെക്സഗണൽ ഉത്തരം എഴുതാവുന്നതാണ്. ഓയിൽ ഗ്രൂവുകൾ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചിസൽ ഏതാ? ഹാഫ് റൗണ്ട്. ഹാഫ് റൗണ്ട് സംശയമില്ല. ഓയിൽ ഗ്രൂവുകൾ കട്ട് ചെയ്യാൻ ഹാഫ് റൗണ്ട് ചിസൽ. അപ്പോൾ ഈ നമ്മുടെ നേരത്തെ പറഞ്ഞല്ലോ ഡയമണ്ട് പോയിന്റ് ചിസലിന്റെ ഉപയോഗം എന്താ? കോർണർ 90 ഡിഗ്രിയുള്ള കോർണറുകൾ നോക്കാൻ മെറ്റലിൽ ചിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കുക ഡയമണ്ട് പോയിന്റ് ചിസലാണ്. ക്രോസ് കട്ട് ചിസൽ അഥവാ കേക്ക് ചിസൽ ഉപയോഗിച്ച് കീവേകൾ കട്ട് ചെയ്യാൻ സഹായിക്കുന്നു. ഈ ചിസലിന്റെ ഇതിന്റെ ഒരു പെട്ടെന്ന് പറഞ്ഞ ചിസലുകളെ സ്പെസിഫൈ ചെയ്യുന്നത് ലെങ്ത്, ക്രോസ് സെക്ഷൻ ഓഫ് ബോഡി, width of the cutting edge. all of these are All of these ആണ് All of these അല്ലേ? all of these ആണ് പോയിന്റ് ആംഗിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. അതാണ് പോയിന്റ് ആംഗിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. സോഫ്റ്റ് മെറ്റൽ ആണ് സാർ. സോഫ്റ്റ് മെറ്റൽ പോയിന്റ് ആംഗിൾ ഞാൻ ഉദാഹരണം ചോദിച്ചോട്ടെ. എന്റെ ഒരു സിമ്പിൾ യുക്തിയാണ്. പോയിന്റ് ആംഗിൾ 90 ഡിഗ്രി എന്ന് പറയുന്നതാണോ ഷാർപ്പ് ആയിട്ടുള്ള മോന? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മോന എന്ന് പറയണം. ഷാർപ്പ് ആയിട്ടുള്ളത് 90 ഡിഗ്രി ആയിരിക്കും പോയിന്റ് ആംഗിൾ. 10 ഡിഗ്രി ആണോ ഷാർപ്പ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ടാവുക? 10 ഡിഗ്രി ആണ് സാർ. 10 ഡിഗ്രി. അപ്പൊ നമുക്ക് അറിയാം അലുമിനിയം കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിസലിന്റെ പോയിന്റ് ആംഗിൾ എത്രയാ? 40 ഡിഗ്രി. 30 ഡിഗ്രി. അലുമിനിയം കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയാ? 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രിയാണ്. അപ്പൊ സോഫ്റ്റ് മെറ്റൽ ആവുന്നതോറും എന്താണ് ഷാർപ്പായിട്ട് വരിക ചെയ്യും. ഓക്കെ. അപ്പൊ ഷാർപ്പ് ആംഗിൾ ചിസലുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സോഫ്റ്റ് മെറ്റൽ. അപ്പൊ വൈഡ് ആയിട്ട് വരികയാണ്. അതായത് ആംഗിൾ വൈഡ് ആയിട്ട് വരികയാണ്. സാറേ നമ്മുടെ സ്ക്രീൻ വിസിബിൾ അല്ല സാറേ. ഹലോ, സ്ക്രീൻ വിസിബിൾ അല്ല. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണം. സൗണ്ട് കേൾക്കുന്നില്ല. ഹലോ, സൗണ്ട് ക്ലിയർ സാറേ. സ്ക്രീൻ വിസിബിൾ അല്ല. ഒന്ന് ഹോൾഡ് ചെയ്യണം. ഓക്കെ. അപ്പോ നമ്മളുടെ ഈ ഷാർപ്പായിട്ടുള്ള പോയിന്റ് ആംഗിൾ കൊടുക്കുന്നത് നമ്മൾ എന്താണ്? ഷാർപ്പായിട്ടുള്ള ആംഗിൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹാർഡ് മെറ്റൽസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. ഷാർപ്പായിട്ടുള്ള ആംഗിൾ സോഫ്റ്റ് അല്ലേ സാർ? ക്ഷമിക്കണം, സോറി. ഷാർപ്പായിട്ടുള്ള ആംഗിളുകൾ കൊടുക്കുന്നത് സോഫ്റ്റിനും വൈഡ് ആയിട്ടുള്ള ആംഗിളുകൾ, വൈഡിന്റെ കേസാണ് നമ്മൾ പറഞ്ഞത്. വൈഡിന്റെ കേസ് വൈഡ് ആയിട്ടുള്ള ആംഗിൾ, വൈഡ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഉദാഹരണം 55 ഡിഗ്രി പോയിന്റ് ആംഗിൾ ചിസലൊക്കെ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? 55 ഡിഗ്രി കാസ്റ്റേൻ, 60 ആകുമ്പോൾ കാസ്റ്റേൻ, 65 ആകുമ്പോൾ ഹൈ കാർബൺ സ്റ്റീൽ. അപ്പൊ വൈഡ് ആയിട്ട് വരുന്നതോറും അത് ഏതിനാ ഉപയോഗിക്കുക? ഹാർഡ് ആയിട്ടുള്ള മെറ്റൽ. അത് പഠിക്കണം കേട്ടോ, പഠിക്കണം. ഷാർപ്പ് ആംഗിൾ ചിസൽ സോഫ്റ്റിനും വൈഡ് ആംഗിൾ ചിസൽ ഹാർഡ് മെറ്റൽസിനുമാണ് ഉപയോഗിക്കുന്നത്. കോർണറുകളിൽ നിന്ന് മെറ്റൽ ചിപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാ? ഡയമണ്ട് പോയിന്റ്. ഇത് പിന്നെ കാണാതെ പഠിക്കണം, ഒരു നിവർത്തിയില്ല, ഇത് കാണാതെ പഠിക്കണം. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ പഠിക്കാൻ കഴിയില്ല. HCMVC എന്ന് പറയുന്ന ഒരു സാധനം കാണാതെ പഠിക്കണം. H എന്ന് പറഞ്ഞാൽ ഹൈ കാർബൺ സ്റ്റീൽ 65, കാസ്റ്റേൺ 60, മൈൽഡ് സ്റ്റീൽ 55, ബ്രാസ് 50, കോപ്പർ 45, അലുമിനിയത്തിന്റെ കേസിൽ 5 അല്ല കുറയ്ക്കേണ്ടത്. അലുമിനിയത്തിന്റെ കേസിൽ 15 കുറച്ച് എത്ര എഴുതണം? 30 എഴുതണം. HCMVC എന്ന് പറയുന്ന ഒരു ഷോർട്ട് പഠിക്കണം. അപ്പോൾ മൈൽഡ് സ്റ്റീൽ 55, ഹൈ കാർബൺ സ്റ്റീൽ വരുമ്പോൾ ഹൈ കാർബൺ സ്റ്റീലിനാ തുടങ്ങാം എന്ന് പറഞ്ഞ ഹൈ കാർബൺ സ്റ്റീൽ 65, മൈൽഡ് സ്റ്റീല് 55, BC. പിന്നെ ബ്രാസ് 50, കോപ്പർ 45, അലുമിനിയം 30. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ പഠിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അതെങ്കിലും പഠിച്ചിരിക്കണം കേട്ടോ. അത് രണ്ടും ക്വസ്റ്റ്യൻ ആണ്. കാസ്റ്റേൺ വരുമ്പോൾ HCM അപ്പോൾ 60 വരും, അലുമിനിയം വരുമ്പോൾ 30 വരും, മൈൽഡ് സ്റ്റീൽ വരുമ്പോൾ 55 വരും. അത്രയേ ഉള്ളൂ. സ്ഥിരമായി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, പഠിച്ചു വയ്ക്കാം. ഓക്കെ, ക്ലിയർ? ഓക്കെ. പറഞ്ഞേ. ഈ ബോട്ടം സർഫസും സിമ്പിൾ, അത് പഠിക്കാൻ വളരെ എളുപ്പം, അതൊന്നുമില്ല, പെട്ടെന്ന് പഠിക്കാം. ഈ ബോട്ടം സർഫസും ക്ലിയറൻസ് ഇവിടുന്ന് ഒരു 90 ഡിഗ്രി ഇങ്ങനെ മുകളിലേക്ക് എടുക്കണമെങ്കിൽ അതിനെന്താ പറയാ?
റാക്ക് ആംഗിൾ. ഇതിനുത്തരം ഇതാ വായിച്ചു നോക്കി. ദ ആംഗിൾ ബിറ്റ്വീൻ ബോട്ടം ഫേസ് ഓഫ് ദ പോയിന്റ് ടു ദ ടാൻജന്റ് അത് ക്ലിയറൻസ് ആംഗിൾ. അപ്പൊ ഇത് മാറ്റാം. എങ്ങനെ? ബോട്ടം ഫേസ് മാറ്റിയിട്ട് എന്ത് മാറ്റിയാൽ മതി? റൈറ്റ് ആംഗിൾ എന്ത് മാറ്റിയാൽ മതി? ലൈനിലേക്കുള്ള ടോപ്പ് ഫേസ് ആക്കിയാൽ മതി അല്ലെ? ബോട്ടം ഫേസും ഈ ഒരു ഭാഗവും തമ്മിലുള്ള ആംഗിൾ എന്ത് പറയുന്നു? ക്ലിയറൻസ് ആംഗിൾ. ഈ ടോപ്പ് ഫേസും ഈ ഒരു 90 ഡിഗ്രി തമ്മിലുള്ള ആംഗിൾ എന്ത് പറയുന്നു? റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നു. ഒന്ന് വായിച്ചു നോക്കി. ക്വസ്റ്റ്യൻ ചോദിക്കുക. ബോട്ടം ഫേസ് കണ്ട ഒന്നും നോക്കണ്ട. ടോപ്പ് ഫേസ് കണ്ട ഒന്നും നോക്കണ്ട. ക്ലിയറൻസ്. ഓക്കെ. ബോട്ടം എന്ന് പറഞ്ഞാൽ ഏതാ? ക്ലിയറൻസ്. ടോപ്പ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ. ഓക്കെ, റൈറ്റ് ആംഗിൾ. ഇന്ന് എല്ലാവർക്കും അറിയാം എന്താ? ചെറിയൊരു കർവേച്ചർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത്. നമ്മുടെ ഈ ചിസലിന്റെ ഈ ഒരു കട്ടിങ് ഭയങ്കര ഷാർപ്പാണ്. ചെറിയൊരു കർവ് പോലെ അവിടെ കൊടുക്കുന്നുണ്ടാവും. ഷാർപ്പാണ്, പക്ഷെ ചെറിയൊരു കർവ് പോലെ കൊടുക്കുന്നുണ്ടാവും. ആ കർവ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ക്രൗണിങ് എന്ന് പറയുന്നത്. ലോഡിങ്ങും പ്ലേസിങ്ങും ഒക്കെ ഗ്രേഡിങ്ങിലെ ടേംസാണ്. ക്രൗണിങ് ആണ് കേട്ടോ. ചെറിയ കർവേച്ചർ ഈ കട്ടിങ് എഡ്ജിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ചെറിയ കർവേച്ചർ കൊടുത്തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ക്രൗണിങ് എന്ന് പറയുന്നത്. ആ ക്രൗണിങ് കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? അത് കൃത്യമായിട്ട് കട്ടിങ് നടക്കുന്നത്. ഡിഗ്ഗിയില്ല, സൈഡൊന്നും കുത്തി ഡിഗ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവില്ല. അപ്പൊ ഇത്രയും പഠിച്ചാ നിങ്ങൾക്ക് ആ 3 മാർക്ക് സിമ്പിൾ ആയിട്ട് പറയണം. ആ 3 മാർക്ക് നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും. ഇതിന്റെ അപ്പുറത്തേക്കൊന്നും ഈ ഭാഗത്ത് ചോദിക്കാനില്ല. അതാണ് സത്യം. ഇതിന്റെ അപ്പുറത്തേക്കൊന്നും ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാനില്ല. ബേസിക് ടൂൾസ് അതാണ് ആ ഒരു ഭാഗത്ത് പറയുന്നത്. നമ്മൾ സിലബസിലുള്ളത് അതിന്റെ കൂടുതലും പഠിച്ചിട്ടുണ്ട്. സ്ക്രൈബർ, പഞ്ച്, ഹാമർ, വൈസ്, ചിസൽ. ക്ലാമ്പിനെ കുറിച്ചൊന്നും പറയാനില്ല, അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത്. ആക്സോ ഫ്രെയിമും ബ്ലേഡും ഫയലും. ഉറപ്പായിട്ടും ഫയലിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, വൈസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അത് രണ്ടും എന്തായാലും ഷുവറാണ്. ബാക്കി പിന്നെ എന്തായാലും മാറ്റി എവിടെന്നെങ്കിലും ആ ക്വസ്റ്റ്യൻ ചോദിക്കും. ഒറ്റ ക്വസ്റ്റ്യൻ പോലും ഇന്ന് മിസ്സായത്. ഇന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ മിസ്സായ നമ്മുടെ നാട്ടിലെ പറയും മോശം തന്നെ പറയുന്നത്. അപ്പൊ ഇതൊന്നും പറയാനില്ല. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കുക.